Good morning, guys. Welcome back to another flash vlog. And today നമ്മൾ ബാംഗ്ലൂർ എക്സ്പ്ലോറേഷൻ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. രാവിലെ തന്നെ ബാംഗ്ലൂരിലെ കാഴ്ചകൾ ഇതെന്ന് പറയുന്നത് വൈറ്റ് ബാലൻസ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. വാമിൽ നിന്ന് കൂടുതൽ ഇതാകുമ്പോൾ രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂൾ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ ഇറങ്ങുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഫേ കഴിക്കാൻ. നല്ല അടിപൊളി ഉറക്കമായിരുന്നു guys. സുഖമായിരുന്നു. കുറേ നാൾക്ക് ശേഷം നല്ല ബെഡും നല്ല പില്ലോയും. ഇന്നലത്തേക്ക് എൻ്റെ അമ്മ എന്നെ കഴുത്തുപോയി കിടന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് താഴെ ബുഫേ തീരുന്നതിന് മുമ്പേ പോകണം. ഞാൻ നേരത്തെയൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് നല്ല കിടന്നത്. പക്ഷെ ഇറങ്ങിപ്പോയി. 10 മണി വരെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സോ ജസ്റ്റ് ഓടിപ്പോയിട്ട് എന്തൊക്കെ ഉണ്ട് അവിടെ കഴിക്കാമെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമുക്ക് ലോബിയിലാണ് ബുഫേ. ഇതാണ് വരുന്നത്. ഈ ലിഫ്റ്റാണ് വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷാങ്ഗ്രിലയിലെ ബുഫേ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഏതോ പണി തീരാത്ത ബിൽഡിംഗ് വരുന്നുണ്ടാണ്. ഫുൾ ബിൽഡിങ്ങുകളാണ് കേട്ടോ അവിടെ. നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ അതിന് വരുന്നുണ്ടോന്ന് അറിഞ്ഞൂടെ, അതൊന്ന് മാറ്റി പിടിക്കാം. ആരോ ഉണ്ട്. ഓക്കെ ഗൈസ്, ആൾക്കാർ കെയർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിയതാണ്. അപ്പോൾ നേരെ ലോബിയിൽ പോയിട്ട് ഫുഡ് അടിക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. രാവിലെ നൈസ്. ഇതാണ് ഗൈസ് കഫേ. നൈസ്. Oh wow. Hi. 6 to 6? Can you join someone? Yeah. Guys, buffet. Hi, one person. Guys, let's start the day with water. Okay. നമുക്ക് പോയി we'll go and check out the buffet. Guys, this is a South Indian spread, I guess. Full poha, chole, puri, koi, curry, and then it's continental സംഭവമാണ്. ആൾക്കാരെ കാണിക്കാനും പാടില്ല. Very nice, very nice. Chocolate. Hi, morning. Alright. Croissant stuff. ഇതാണ് കിച്ചൺ. വെരി ബിസി കിച്ചൺ. രാവിലെ തന്നെ ബ്രെഡ്, സോസേജസ്, baked beans and all that stuff. Then we have ഒരു ജാപ്പനീസ് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് ഗൈസ്. അതൊന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൊള്ളാം ഗൈസ്. നമുക്കൊന്ന് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോവാം. ഇവിടെയൊക്കെ ഫുൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ട് ഗൈസ്. ഫ്രൂട്ട്സ് ഇത്രയും വലിയ ജ്യൂസിൻ്റെ സെക്ഷൻ ഞാൻ നാട്ടിൽ പോലും കണ്ടിട്ടില്ല. ഇത് മറ്റേ ഡീറ്റോക്സ് വാട്ടർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീറ്റോക്സ് വാട്ടർ. നൈസ്, കൂൾ. ആ സൈഡ് ഡിസേർട്ട് ആവാനാണ് ചാൻസ്. ഇവിടെ ഉണ്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് പോലത്തെ സാധനങ്ങൾ. രാവിലെ തന്നെ ടെൻഡറൊക്കെ വെട്ടുന്ന പയ്യൻ. ഓക്കെ. ദെൻ വി ഹാവ് ദിസ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയലും സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇൻഡോറിൽ നല്ല ഗ്രെയിൻസ് ഉണ്ട്. നിങ്ങൾ ആദ്യം വിചാരിച്ച് ഞാൻ ഫ്രൂട്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെയാണ് ഗൈസ്. ഫ്രൂട്ട്സ് വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫ്രൂട്ട്സ് ആൻഡ് ദെൻ അതൊക്കെ നമുക്ക് പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കാം. ഫ്രൂട്ട്സ് കഴിച്ച് വേണം. ഇനി ഒരു ഞാൻ ഭയങ്കര ഹെൽത്തിയാണ് ഗൈസ്. 5 സ്റ്റാർ ഹോട്ടലിൽ പറഞ്ഞാൽ ഞാൻ മുട്ടൻ ഹെൽത്തിയാണ്. പപ്പായ മോളേക്ക് പേരാണോ. ആൾക്കാരൊക്കെ ക്യാമറ കൊണ്ട് ഓടുന്നത് പക്ഷെ അവരെ നേരെ വെക്കുന്നില്ല. എൻ്റെ നേരെയാണ് വെച്ചേക്കുന്നത്. ഞാനാണ് കോർണർ ടേബിൾ എടുത്തത്. അപ്പോൾ ഇവിടെ വേറൊരു കോർണർ ടേബിൾ. വ്ളോഗിങ് ഈസ് എ ചാലഞ്ച്. ഒന്നാമത്തെ കാര്യം നമ്മൾ തന്നെ പേടിച്ചാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമ്മളെ പേടിച്ച് ഓടും. കുഴപ്പമില്ല, എല്ലാവർക്കും ഉണ്ട് പേടി. എനിക്ക് നല്ല പേടിയുണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങനെ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട്. ആസ് ഇൻ വി ഷുഡ് കെയർ, വി ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ നമ്മുടെ പരിപാടി എന്നുള്ളൊരു സംഭവം മനസ്സിലായോ. എന്തുകൊണ്ട് അവിടെ പോകുമ്പോഴല്ലോ ആൾക്കാർ ചെറിയൊരു പേടി പോലെയും അത്ഭുതം പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ വ്ളോഗറാണെന്ന് വിളിച്ച് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഞാൻ ഈ വടിയും കൊണ്ട് പോകുന്നത്. സോ ബേസിക്കലി അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് പതുക്കെ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. നമ്മൾ പോഹ, പൂരി, ചിക്കൻ കറി, ബ്രെഡ് പക്കോട, ഉഴുന്നുവട, കുറച്ച് ചട്നി. അപ്പോൾ ടൈം ബീങ് നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പതുക്കെ കുറേ സാധനങ്ങളുണ്ട്. അയ്യോ കഴിച്ചൊന്നും തീരുമില്ല എപ്പോഴൊന്നും. സോ മെനി സ്റ്റഫ്. സോ ലെറ്റ്സ് സീ ഗൈസ്, നമുക്ക് ടേസ്റ്റ് നോക്കാം. ആദ്യം വടയുടെ ടേസ്റ്റ്. സൂപ്പർ കളാ. പെർഫെക്റ്റ് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും. ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ വീണ്ടും വന്നു ഈ ബ്രെഡ് പക്കോട. എൻ്റെ അമ്മ ദൈവമേ, ജീവിതത്തിൽ ഏറ്റവും ഒന്നാമത് ബെസ്റ്റ് ബ്രെഡ് പക്കോട കഴിച്ചു. പിന്നെ അകത്ത് കുറച്ച് ഫില്ലിങ്ങും പിന്നെ ആ ഒരു പുളിയുടെ ഒരു ചട്നി ഉണ്ട്, അത് മിൻ ചട്നിയും കൂടെ മിക്സ് ചെയ്ത് കീടും. ഗുഡ്, താങ്ക് യു. പക്ഷേ ഇടയ്ക്കിടെ വീഡിയോ കണ്ടിട്ട് വന്ന് കൊള്ളാമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചാൽ ഞാൻ വല്ല കുറ്റം പറയാൻ വേണ്ടി വന്നതെന്ന് പോഹ അയച്ചു തരാം. കുറേ നാളായി പോഹ അയച്ചത്. ഇവിടെ ഇങ്ങനെ അലിഞ്ഞു പോണ പോഹ. കുക്ക് വേറെ ലെവൽ പെർഫെക്ഷൻ. അടിപൊളി. മാങ്ങ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സാധനമാണ് പോഹ. സോ ഗുഡ് ഗൈസ്. ആക്ച്വലി കഴിക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് വെച്ചിങ്ങനെ
നമുക്ക് തിന്നാം. ആക്ച്വലി പോഹ കഴിക്കാൻ പല്ലുപോലും വേണ്ട, വിഴുങ്ങ. യമ്മി. ചെറിയൊരു ലെമൺ സ്ക്യൂസ് ചെയ്യുന്ന ടേസ്റ്റൊക്കെ ഉണ്ട്. പൂരി ചിക്കൻ കറി, രാവിലെ തന്നെ ചിക്കനും പൂരി. ഓ അടിപൊളി കോമ്പിനേഷൻ കഴിച്ചു, പൂരിയും ചിക്കനും. സോ അടുത്ത റൗണ്ട് എടുത്തിട്ടാണ് ഞാൻ പോയി അടുത്ത സെറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനത്തെ സാധനം. ഒരു പൈനോ ചോക്ലേറ്റ്, ഒരു ഫ്രഞ്ച് ടോസ്റ്റ്, പിന്നെ എന്തോ ഒരു സേവറി ആയിട്ടുള്ളൊരു ബണ്ണ് ഫിൽഡ് സാധനം, പിന്നെ കുറച്ച് മേപ്പിൾ സിറപ്പും ബെറി കോമ്പോട്ടും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. സൂപ്പർ. അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് കുറച്ച് ഹാർഡായിരിക്കും വിചാരിച്ചു. പക്ഷേ അൾട്രാ സോഫ്റ്റ് ആണ്. അത് ബെസ്റ്റ് ഫ്രഞ്ച് ടോസ്റ്റ് ഞാൻ കഴിച്ചത്. പിന്നെ ഇവിടെ മാംഗോ കമ്പോട്ടും ഉണ്ട്, സ്ട്രോബെറി കമ്പോട്ടും ഉണ്ട്, മാംഗോ കമ്പോട്ടും ഉണ്ട്. ബേസിക്കലി വാഫിളിനും പാൻ കേക്കും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ തന്നെ ഇവിടെ എന്തോ അത്ലറ്റിക് സംഭവം നടക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ മൊത്തം ഫോറിൻ ടീംസും ഇന്ത്യൻ ടീംസും എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ സ്ലോവേനിയയുടെ ടീം ഇരിപ്പുണ്ട്. ഫുൾ ഫോറിനേഴ്സാണ് കേട്ടോ. നല്ല അടിപൊളി ക്രൗഡ്. എന്തോ ഈ സ്പോർട്സ് മീറ്റിൻ്റെ ആൾക്കാർ മൊത്തം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇത് മറ്റേ പെയിനോ ചോക്ലേറ്റ് എന്ന് പറയാം. ഇതും മറ്റേ ക്രൊസോൺ പോലത്തെ സാധനമാണ്. ഭയങ്കര ഫ്ലേക്കിയും ഭയങ്കര ഏറിയ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒട്ടും ഗ്രീസിയോ അല്ല, ബട്ടർ വാരി ഇട്ടിട്ടുള്ള സംഭവമല്ല. അതുമാതിരി ഗ്രീസിനെസ് ഇല്ല സംഭവത്തിലുണ്ട്. അത് അങ്ങനെ തൊട്ട് വയ്ക്കാണ്ട് ഒന്നുമില്ല, ബട്ടറിൻ്റെ സംഭവം പോലും ഇല്ല. പക്ഷെ ലൈക്ക് മൈദ. ബട്ടർ ക്രിസ്പി ആൻഡ് ഫ്ലേക്കി. എന്താണ് എൻ്റെ പ്ലെയിൻ ദോശ. താങ്ക് യു. ഇത് നമ്മൾ 3 ടൈപ്പ് ഓഫ് ചട്നിയാണെന്ന് തോന്നി. എൻ്റെ ദോശ വന്നിരിക്കുകയാണ്. ഒരു അണ്ടകടാഹം ദോശ. അതിന് മുകളിൽ വരുമ്പോൾ തൊപ്പി വിലയൊക്കെ വെച്ചിട്ടുണ്ട്. ക്രിസ്പി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇത് കഴിച്ചാൽ ഞാൻ മരിച്ചുവല്ലോ. പ്ലെയിൻ ദോശ എന്നല്ല പറഞ്ഞത്. അയ്യോ പപ്പടം. പ്ലെയിൻ ദോശയുടെ പുറത്തവന്മാർ ഗീ വെച്ചിട്ടുള്ള തൊപ്പി വെച്ചിരിക്കുന്നു. ചമ്മന്തി തോണ്ടിയെടുക്കുന്നു. എൻ്റെ അമ്മ, ഇതിൻ്റെ ASMR നിങ്ങൾക്ക് കേൾക്കാൻ വേണം. എന്താടാ ഇത് ബാംഗ്ലൂർ. അപ്പം ഫേമസ് ദോശ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എന്തായിരിക്കും അപ്പം? എന്താ പൊന്നു, ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള സാധനം ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് കാണുള്ളൂ. ഒടുക്കത്ത ടേസ്റ്റ്, വേറെ ലെവൽ ക്രിസ്പി. എനിക്കതിനെ ചപ്പാത്തി ആക്കണം. ഇതിലൊട്ടുമില്ല ഗീ. ആ ഒരു മുകളിലത്തെ പോർഷനിൽ മാത്രം അവർ ഗീ വെച്ച് എന്നെ കൊതിപ്പിച്ചേക്കുന്നത് കേട്ടാ. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇതിലൊന്നുമില്ല, ഇത് നെയ്യേ ഇല്ല ഈ സാധനത്തിൽ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ആ ബ്രഷ് ചെയ്യുന്നതിൻ്റെ അത് മാത്രമേ ഉള്ളൂ ആ ചട്ടിയിൽ. പിന്നെ ചമ്മന്തി, സാമ്പാർ, ഇതെന്തോ ചമ്മന്തി എനിക്ക് അറിഞ്ഞോളൂ. വേണം ഇത് കഴിച്ചോളൂ. ഗൈസ്, ഇതൊരുമാതിരി കോമഡിയാണ്. ഇത് പ്ലെയിൻ ദോശ പോലും അൾട്രാ ക്രിസ്പിയാണ് കേട്ടോ. ഇതെന്തോ വേറെ ചമ്മന്തിയാണ്, പീനട്ട് ചമ്മന്തി. പീനട്ടിൻ്റെ ടേസ്റ്റാണ് ഗൈസ്. സാമ്പാർ, മറ്റേത് മിൻറ്റ്. പ്ലെയിൻ ദോശ ലൈക്ക് വെരി ക്രിസ്പി. പക്ഷേ ആ നെയ്യുടെ ടേസ്റ്റ് ഇല്ലാത്ത നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറഞ്ഞില്ലേ, അവർ ആ അതിൻ്റെ മുകളിൽ ഗീ വെച്ചിട്ടുള്ള സംഭവം ചെയ്തേക്കുന്നത് അടിപൊളിയാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോയി രണ്ടാമത്തെ ദോശ ഫുള്ളി ഗീട്ട് തരാൻ പറയും. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. കഴിച്ചിട്ട് വരാൻ കഴിച്ച് ബൈ. ലാസ്റ്റ് റൗണ്ട് ഓഫ് ഓംലെറ്റ് ചീസ്. ഞാൻ ചെറുതായിട്ട് പ്ലെയിൻ ഓംലെറ്റ് വിത്ത് ചീസ് വേണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഷ്റൂം, സോട്ടേഡ് മഷ്റൂം, കുറച്ച് പൊട്ടാറ്റോ, പിന്നെ ഞാൻ വീറ്റ് ബ്രെഡും ഒരു ചിക്കൻ സോസേജും, കുറച്ച് മഷ്റൂം ആൻഡ് കോൺ ആൻഡ് ബ്രോക്കലി. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് അടിച്ച് കഴിഞ്ഞിരിക്കുന്നു. വൺ ഓഫ് ദി റിയലി നല്ല നീറ്റ്ലി ഡൺ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പാണ്. കൊള്ളാം. ഏതൊക്കെയാണ് വന്നതെന്നുള്ളത് ഞാൻ തപ്പുന്നത് നോക്കട്ടെ. അപ്പം എന്നെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്ന ഫുഡ് എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്. ഒന്നും ഫുള്ളൊന്നും കഴിക്കാൻ വേണ്ട. ഇവിടെ ഏഷ്യൻ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ഗൈസ്. നമ്മൾ ടാങ്ക്രിലയിൽ എന്തോ ഒരു ജപ്പാൻ ഫുഡ് ഫെസ്റ്റ്, അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഫുൾ സ്റ്റോൾസ്, ഇസനാഗി, ജാപ്പനീസ് ക്യുസീൻ, ഗ്രോസറി, ഓൺലൈൻ സ്റ്റോർ, ക്രോസ് ടൗൺ ജപ്പാൻ. ഗൈസ് ഫുൾ ജപ്പാനിലെ സാധനമാണ്. ഇവിടെ എന്തോ പാട്ടൊക്കെ നടക്കാൻ പോകുന്നുണ്ട് ഗൈസ്. ജപ്പാനിലെ പയ്യന്മാരാണ്. ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു എന്തോ മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് അതുകൊണ്ട് നോക്കിയിട്ട് റൂമിലോട്ട് പോകാം ഗൈസ്. അവരെല്ലാം വാമപ്പായി കൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ നിഞ്ചയൊക്കെ വന്നിരിക്കുന്നത്, നിഞ്ച. നിഞ്ച പീപ്പിൾ. തുടങ്ങുന്നില്ലല്ലോ ഗൈസ്. തുടങ്ങി ജപ്പാൻ ഫുഡ് ഫെസ്റ്റ്. ഓ നൈസ്. കൊള്ളാം. എന്തൊക്കെയോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ബാക്കിലുള്ളവരും പ്ലേ ചെയ്യുന്നുണ്ട്. മറ്റേ ഒരു പാത്രത്തിൽ വെച്ച് കാണിച്ചത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് അവിടെ ബാക്ക് ചെയ്യുന്ന എന്തോ ഒരു ചെറിയ പാത്രത്തിൽ തട്ടുന്നുണ്ട്. ഇവരിങ്ങനെ ലൈറ്റായിട്ട് ഡ്രംസ് ബീറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. some authentic stuff maybe.
അവരാഞ്ഞടിക്കുന്നില്ല പയ്യ. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ കഴിച്ചു എന്താണ് ഈ കാണുന്നത്. ജാപ്പനീസ് ഫുഡ് ഫെസ്റ്റിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഓ ഐ തിങ്ക് റിതം പിക്ക് ചെയ്യണം പതുക്കെ. കൊള്ളാം. അവരാഞ്ഞടിക്കൂല കൈസ്. പയ്യെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഫുള്ള് ഇവിടെ ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ മൊത്തം. ഇത് ജാപ്പനീസ് ഓൺലൈൻ ഗ്രോസറി സ്റ്റോർ. ഫുൾ ജാപ്പനീസ് സാധനങ്ങളെല്ലാം നൈസ്. ഇതൊക്കെ ജാപ്പനീസ് ഗ്രോസറിയിലുള്ള സംഭവങ്ങളാണോ? ഒരു ബൊണീറ്റോ ഫ്ലെക്സ് ആണെന്ന് തോന്നുന്നത്. ചിക്കൻ ടോഫു, ഗോൾഡൻ കറി സോസ്, ഓ എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി. നല്ല ജപ്പാൻകാരാണ് ജപ്പാൻ ഗൈസ്. ഫുൾ ജപ്പാൻകാർ വന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിലുള്ള എല്ലാ ജപ്പാൻകാരും ഇവിടെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അവരിപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ കൊള്ളാം ഗൈസ്. നല്ല വൈബ് സ്ഥലം. അത് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ തട്ടത്തേ ഉള്ളൂ. സോ ഗൈസ് നമുക്ക് റൂമിൽ പോവാം, എന്നിട്ട് റെഡി ആവാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരാം. ഇതാണ് ഷാങ്ഗ്രിലയുടെ ലോബി. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ലോബി. വെളിയിലും കൂടെ ഇറങ്ങി നോക്കിയാലോ? വേണ്ട, കാണാൻ പറ്റില്ല. പക്ഷേ പൊളി. എനിക്ക് ഇതിൻ്റെ റൂഫ് ടോപ്പ് പോയാൽ കൊള്ളാം. നമ്മൾ ഈ കഫേയിലാണ് ബി കഫേ. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഏറ്റവും മുകളിൽ റൂഫ് ടോപ്പിൻ്റെ സാധനം തുറന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ബാർ അവിടെ നിന്ന് റൂഫ് ടോപ്പ് ബാർ എന്തോ സംഭവം ഉണ്ട്. കാർഡ് വേണോ? വെയിറ്റ്. ഈ കാർഡ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ലിഫ്റ്റിലോട്ട്. അടിപൊളി ലിഫ്റ്റ്. ഇവിടെയൊക്കെ സത്യം തന്നെ ഞാൻ ലിഫ്റ്റ് ഷൂട്ടിങ്ങിനെ പ്ലാൻ ചെയ്യായിരുന്നു. ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അറിയാമോ. പക്ഷേ ഒബ്സ്ട്രക്ട് ചെയ്യാൻ പറ്റൂല. പെർമിഷനൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. മോഡലിനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ അടിപൊളിയായിരിക്കും ഗൈസ്. ആണ് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. നോക്കട്ടെ, നാട്ടിൽ ഇതേപോലത്തെ നല്ല നല്ല ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. 6ാമത്തെ നില എത്തിക്കഴിഞ്ഞു. നമ്മുടെ റൂമോടെയാണ്. തൊട്ട് ഇറങ്ങിയ ഉടനെ തന്നെ സംതിങ് അവിടെ തുറക്കുന്നു, ഇടുന്നു, റൂമിലോട്ട് കയറുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചെക്കൗട്ട് ചോദിച്ചേക്കുന്നത്. സോ 1 മണിക്ക് നേരെ പോയി ഹോസ്റ്റലർന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂർ ഇന്ദിരാനഗറിലുള്ളൊരു ഹോസ്റ്റൽ പോലത്തെ സംഭവം. സിംഗിൾ ബെഡ്റൂമാണ് എടുത്തേക്കുന്നത്. ബിക്കോസ് ബങ്ക് ബെഡ് ഇൻട്രോവേർട്സിന് പറഞ്ഞിട്ടുള്ളതല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ അതൊക്കെ ചെയ്താലേ ഇൻട്രോവേർട്ടിസം കുറച്ചൊക്കെ ഇല്ലെങ്കിൽ മാറത്തുള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു ട്രിപ്പിൽ അതിന് അത്രയ്ക്കും ഒരു സോഷ്യലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് വരുന്നില്ല. അതുകൊണ്ടാണ് സംഭവം. സിംഗിൾ ബെഡ്റൂം എന്തായാലും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് 3 ദിവസത്തേക്ക്. സോ അവിടെ ആയിരിക്കും ഞാൻ മെയിൻലി. നമുക്ക് ആ ഏരിയയിലുള്ള ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. ഇന്ന് സോഡ വരും തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഞാൻ മറ്റേ ക്യാമറയും കൂടെ എടുക്കാം. അവളെ കൊണ്ട് ഇത് എടുപ്പിക്കാം. വ്ളോഗ് നല്ല രസമുണ്ട് കേട്ടോ. സ്ട്രീറ്റ് മൊത്തമാണ്. ഇതിൻ്റെ വൈറ്റ് ബാലൻസ് ഉണ്ടല്ലോ, ഷോകാണ് ഗൈസ്. വാമിൽ നിന്ന് പെട്ടെന്ന് കൂളിലോട്ട് പോകുമ്പോൾ ലൈക്ക് വെളിയിൽ ഔട്ട്ഡോർ കാണിക്കുമ്പോൾ പെട്ടെന്ന് കൂളാവും. എന്നാൽ അകത്തോട്ട് വരുമ്പോൾ വാമാവോ ഇല്ല. അപ്പോൾ ശരി ഗൈസ്. ഇതായിരുന്നു എൻ്റെ റൂം, ഇതായിരുന്നു എൻ്റെ വർക്ക് സ്റ്റേഷൻ. ഇന്നലെ ഇരുന്ന് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. യാസറിൻ്റെ 2nd ഡേ ബെസ്റ്റ് ബിരിയാണി ഇൻ കൊച്ചി. അപ്പോൾ അതിന്ന് ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് എന്തോ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. റിവ്യൂ അല്ല, ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടൈം. എന്നിട്ട് നമ്മൾ ഇന്ന് എന്തായാലും 1 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യുന്നു, പോകുന്നു. റൂഫ് ടോപ്പ് ബാർ പറ്റുമെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. മാത്രമല്ല താഴെ തന്നെ പൂള്. നൈസ്. ആ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഷാങ്ഗ്രിലയോട് വിട പറയുകയാണ്. ചെക്കൗട്ടിൻ്റെ ടൈമായി. അടുത്തിന് ഞാൻ ഒരു ഹോസ്റ്റൽ പരിപാടിയിലോട്ടാണ് പോകുന്നത്. ഹോസ്റ്റലർ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാനഗറിൽ. അത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കേട്ട് ഈ ഇൻട്രോവേർട്ട് നേച്ചർ മാറ്റാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ സിംഗിൾ റൂമാണ് എടുത്തേക്കുന്നത്. കുറച്ച് പാടാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ. എന്തായാലും നോക്കാം ഗൈസ്, അവിടുത്തെ എങ്ങനെയുണ്ട് സ്റ്റേ എന്നുള്ളത് നോക്കാം. സിറ്റിയിലെ നടുക്കായതുകൊണ്ട് മോസ്റ്റ്ലി എനിക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു എളുപ്പവും കാണും. അത്രയ്ക്കൊരു സ്റ്റക്കപ്പ് ആയെന്നൊരു ഫീലിംഗും വരത്തില്ല, മനസ്സിലായില്ലേ. സോ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ മീറ്റപ്പ്. ലാസ്റ്റ് ഡേ വരുന്നതിൻ്റെ തലേദിവസം ഞാൻ രാഹുലിൻ്റെ കൂടെ ആയിരിക്കും. അവൻ കുറേ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ട ബിസി മാനാണ് അവൻ. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ ഞാൻ പോയി ചെക്കൗട്ട് സംഭവങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ ടാക്സി പിടിച്ച് ഇന്ദിരാനഗറിലോട്ട് പോവാണ്. ബൈ ഗൈസ്. ഇന്നലെ ഞാൻ രാത്രി വരാമെന്ന് വിചാരിച്ചിരുന്നൊരു സ്ഥലമാണ്, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. പൂട്ടിയേക്കുന്നതാ. എനിക്കൊന്ന് രാത്രി ആകുമ്പോഴേ തുറക്കുള്ളൂ. പക്ഷേ ഒടുക്കത്തെ വ്യൂ കേട്ടാ. മിസ്സായി പോയല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. 19ാമത്തെ നിലയിൽ ഗൈസ് മിസ്സായി ഗൈസ്. അടുത്ത പ്രാവശ്യം നോക്കട്ടെ ഗൈസ്. എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരികയാണെങ്കിൽ വി വിൽ കം ഹിയർ. ഞാൻ ഇന്നലെ ചോദിച്ചതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അവൻ പറഞ്ഞു വേസ്റ്റ് ബ്ലാക്ക് കൂറ ക്ലബ്ബാണെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് വരാത്തത്. അയ്യോ, നോക്കാം ഗൈസ്. എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാം.
എനിവേസ് ലെറ്റ് സി നമുക്ക് ലോബി പോയി ചെക്കൗട്ട് ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു വൈകുന്നേരം മാത്രമേ തുറക്കുള്ളൂ. അതുവരെ എനിക്ക് തോന്നുന്നു അവരത് ഓപ്പൺ ആക്കി ഇടൂല, സേഫ്റ്റി റീസൺസ് മോസ്റ്റ് പ്രോബബ്ലി. ഇല്ലെങ്കിൽ അവിടെ മിക്കവാറും അതൊരു ഒബ്സർവേഷൻ ഡെക്കായി മാറും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിയർ പരിപാടീസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ പോയി ചെക്കൗട്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ ഇന്ദിരാനഗറിലോട്ടാണ് പോകുന്നത്. ഇത് കൊള്ളാം കേട്ടോ, ഷാങ്ക്രില അടിപൊളി. ലൈക്ക് കംപ്ലീറ്റ്ലി ജാപ്പനീസ് സെൻട്രിക് ആണ്. ഒരു ജാപ്പനീസ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ട് എൻ്റെ അകത്ത്, യാത്തായി എന്ന് പറഞ്ഞിട്ട്. സോ ഐ തിങ്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യുന്നുള്ള ലൈക്ക് ജാപ്പനീസ് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഐ തിങ്ക് ഷുഡ് കം ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. എനിക്ക് മിസ്സായി പോയി. ഞാൻ വിചാരിച്ച ആദ്യം ഇവർക്ക് ചൈനീസ് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ ആ പരിപാടി കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം ലെറ്റ്സ് സീ അന്ന് ഫുള്ളി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ എന്താ, നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു, പൊളി സീൻ റൂമായിരുന്നു. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സർവീസ് കേട്ടോ. ഒരു ബട്ട്ലർ നമുക്ക് ഒരു സിംഗിൾ ഒരാളായി. ഞാൻ വന്ന സമയം മുതൽ ലാസ്റ്റ് പെട്ടി കയറ്റി വെച്ച വരെ പുള്ളി ഒറ്റ ഒരാളാണ്. ഒരു മാറ്റമൊന്നുമില്ല. ദേ ഹാവ് ദാറ്റ് ഒരു എന്താ പറയുള്ളൂ, ഭയങ്കര ഇൻഡിവിജ്വൽ സർവീസിങ് സംഭവമുണ്ട്. ഈവൻ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ച് ഫീഡ്ബാക്ക് എടുത്ത് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, കംഫർട്ടബിൾ ആണോ സ്റ്റേ. ഇങ്ങനെ ഞാൻ കുറേ 5 സ്റ്റാറിൽ താമസിച്ചിട്ടുണ്ട്, പക്ഷേ ദിസ് ഈസ് റിയലി ഗുഡ്. എനിക്ക് അതിനോട് ബാംഗ്ലൂരെല്ലാം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ്. ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി വി എക്സ്പെക്ട് ഫ്രം ഓൾമോസ്റ്റ് ഓൾ സ്റ്റാർ ഹോട്ടൽസ്, മനസ്സിലായില്ലേ? ഹോസ്പിറ്റാലിറ്റി ലെവലിൽ എനിക്ക് തോന്നുന്നു ബെഞ്ച് മാർക്കിംഗ് നല്ല സെറ്റാണ്, അടിപൊളി. സോ അടുത്ത് നമുക്ക് ഹോസ്റ്റലുകളിലോട്ട് പോകാം ആൻഡ് സി വാട്ട് ഇന്ദിരാനഗർ ഹാവ് നമുക്ക് വേണ്ടി. ഇതൊക്കെ ഉണ്ടോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം ഗൈസ് കാണിക്കാനായിട്ട്. എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, സോഡ എന്ന് പറഞ്ഞു. അവൾ ഓൾറെഡി നമ്മൾ വ്ളോഗിൽ വന്നിട്ടുണ്ട്. എനിക്ക് ജാപ്പനീസ് നമ്മൾ നാട്ടിൽ ടോണിയിൽ അതിൽ പോയപ്പം പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അപ്പം അവൾ ഇന്ന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നടന്ന് കാണാം ഇന്ദിരാനഗർ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഹോസ്റ്റലർ എടുത്തത്. പ്രൈം ലൊക്കേഷൻ അല്ലേ, അതുകൊണ്ട്. അപ്പം ശരി ഗൈസ്, അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അധികം ട്രാഫിക് ഇല്ല, സൺഡേ ആണ് ഗൈസ്. കൊള്ളാം, അധികം മൂവിങ് ട്രാഫിക്കാണ്. സോ നോട്ട് മച്ച് സീൻ. നോക്കട്ടെ ഗൈസ്, എത്ര പെട്ടെന്ന് അടുത്താണെന്ന് തോന്നുന്നത് ഇന്ദിരാനഗർ. ഫുൾ ഫുഡിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ, എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട് ഗൈസ്. തിന്നാനൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല, നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഹോസ്റ്റലറിൽ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ നമ്മളുണ്ടാക്കിയ ഫ്രണ്ട്സാണ്. ലോട്ട്സ് ഓഫ് പീപ്പിൾ, നൈസ് വൈബാണ് ഗൈസ്, കംപ്ലീറ്റ് ആൾക്കാർ. ഐ എം ലൈക്കിങ് ഇറ്റ് ഹിയർ. കൊള്ളാം ഗൈസ്. 3 ദിവസം കൊണ്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്തായാലും സോഡ വരുമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഫുഡ് അടിക്കാം. ബൈ. വിൽ കം ടു ക്രിട്ടിക്. That just happened. There's a very popular American film reviewer. Got a fair bit of following, and he's making a horror film, and the entire marketing around that film is, oh, Chris Tuckman, as you just said, the reviewer is now making a film. So there's a precedent here. Same thing will happen with you also. When you come up with the movie, because you are a critic, everybody, all your haters, lovers, everybody will come. Avi, ye kya kiya? Avi, now they will come. Camera, you are doing video or? Oh my God, she's embarrassing me now. I am trying to take vlog. Power of YouTube. Ran away. Okay guys, ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ റൂം എത്തിയിരിക്കുകയാണ്. ഹോസ്റ്റലിൽ ആദ്യമായിട്ട്. ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ എ ഹോസ്റ്റൽ എൻവയോൺമെൻറ്റ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പോലും ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. എന്നെ പറഞ്ഞ് പേടിപ്പിച്ചേക്കുന്നത് ഭയങ്കര ചെറിയ റൂം എന്നൊക്കെയാണ്. അതുകൊണ്ട് ഗൈസ്, ഇത് വലിയ ചെറുതൊന്നുമല്ല, ഇത് നല്ല വലിയ റൂമും. ഇത് സൂപ്പർ റൂം ഗൈസ്. എനിക്ക് ഇത്രയൊക്കെ ധാരാളം. 3 ദിവസത്തേക്ക് നമ്മൾ മറ്റേ എന്തോന്ന് അവിടെ ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും സെറ്റപ്പ് ബാൽക്കണിയാണെന്നുള്ളത്. കൊള്ളാം. ടേബിളൊന്നും വേണ്ട, ഞാൻ മാത്രമല്ല. ഗൈസ്, നമ്മൾ റൂം ടൂർ തരുന്നത് ഇവിടുത്തെ എല്ലാമായ ജോയിലിൻ. ഇവിടെ ഓടാതെ എന്നെ പറഞ്ഞ് ഹായ് പറഞ്ഞിട്ട് വയ്ക്കുമോ? ജോയിലിന് ഹായ് പറഞ്ഞു. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഒരു പരിചയമുള്ള മുഖം പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നേരിട്ട് കണ്ടു. ഇങ്ങനെ ഒരു ഹോസ്റ്റൽ എൻവയോൺമെന്റിൽ കണ്ടതിൽ എങ്ങനെ തോന്നുന്നു? എന്ത് തോന്നുന്നു ജോലി? എന്റെ ലുക്ക് എല്ലാവർക്കും അറിയാം ഗൈസ്. ഒരേ ലുക്കിൽ നടക്കുന്നുണ്ട്, എല്ലാം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള മനസ്സിലായി. അതിന്റെ എല്ലാം കൂടെ ഒക്കെ കോയിൻസൈഡ്. നൈസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. സെറ്റ്. ഓക്കെ സെറ്റ്. ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ചുമ്മാ തുറന്നങ്ങ് വന്നാൽ മതിയല്ലോ അല്ലേ? ഇതിന്ന് ഇറങ്ങാൻ തനിയെ അറിഞ്ഞോളൂല്ലേ? തുറക്കാനല്ലേ? ഇവിടെ നിന്ന് വെളിയിറങ്ങാനും കുഴപ്പമില്ല. എന്നിട്ട് വലിയ അടച്ചിട്ട് അങ്ങ് പോയാൽ മതി. ഓക്കെ സെറ്റ്. ബൈ. താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ലൈറ്റ് ഒന്നും ഇല്ല, ഇരുട്ടാണ്. ഗൈസ്, ഇവിടെ നല്ല കമ്പനിയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി ലെവൽ ഓഫ് സംഭവമാണ്. ആസ് ഇൻ വന്ന് കയറിയ ഉടനെ
ഒരു ഇൻട്രോവേർട്ട് എന്നെ വരെ പിടിച്ച് അവിടെ ഇരുത്തി കത്തിയോടെ കത്തിയായിരുന്നു കേസ് ഇവരൊക്കെ കൂടെ. വേറൊരു പയ്യനുണ്ടായിരുന്നു, അവനെ കാണാനില്ല. അവൻ ഭയങ്കര കമ്പനിയാണ്, ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് കമ്പനി. അതെനിക്കൊന്ന് തെലുങ്കു ഹൈദരാബാദിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള. പിന്നെ ഒരു കൊൽക്കത്തയിലുള്ള ഒരു മൂവി റിവ്യൂവർ പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ നേരത്തെ വന്നതാണ്, ഇവരൊക്കെ ആയിട്ട് കത്തി വെച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സാധനം ഇത്ര ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ മൊത്തം മറ്റേ എല്ലാവരും ഇങ്ങനത്തെ പരിപാടികളുണ്ട്, ഹോസ്റ്റൽ പോലത്തെ സാധനങ്ങൾ, പല പല നാഷണാലിറ്റീസും ഒക്കെ ആയിട്ട് കമ്പനി അടിച്ച്. ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല രസമുണ്ട്. ആൾക്കാരെ കുറെ നാൾ ആരെയും പരിചയപ്പെടാതൊക്കെ നടന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇറ്റ് ഫീൽസ് വെരി ഇൻട്രസ്റ്റിംഗ്, ന്യൂ, രസമുണ്ട് കേട്ടോ. ഫുൾ ഇതാണ് വ്യൂ. എനിക്ക് തോന്നുന്നത് സിറ്റിയുടെ നടുക്കെന്ന് തോന്നി ഈ സംഭവം. ഇന്ദിരാനഗറിൻ്റെ നടുക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. രാഹുൽ പറഞ്ഞിട്ടാണ് ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സാധനം എടുത്തത്. കൊള്ളാം, അത്യാവശ്യം വലിയ ബെഡും പിന്നെ ബങ്ക് ബെഡ് ഉണ്ട്. വേണമെന്നുള്ള ലൈക്ക് നമ്മളിപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ട് ആണ്, നമുക്ക് ആൾക്കാരൊക്കെ പരിചയപ്പെടുന്നതിന് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബങ്ക് ബെഡ് എടുക്കാം. ഒരു ഫുൾ മുറിയിൽ 10 പേര് 6 പേര് അങ്ങനത്തെയൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സോ നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഇനിയിപ്പോൾ സോഡ ഇപ്പോൾ വരും. സോഡ വരുമ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് വെസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കഴിച്ചു. അത്യാവശ്യം കൊള്ളാം കേട്ടോ. നല്ല ബാത്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി, ഭയങ്കര ലൈറ്റും വെളിച്ചും. എൻ്റെ പൊന്നോ, ഡേ ടൈമിൽ വെടിക്കെട്ട് സംഭവം. നൈസ്, കൊള്ളാം. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇത് മതി, ധാരാളം. ഞാൻ ഇനി ചിലപ്പോൾ സ്ഥിരമായിട്ട് ബാംഗ്ലൂർ വന്നാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ വല്ല സെറ്റപ്പിലും താമസിക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് രസം. ലെറ്റ് മീ സീ ഗൈസ്. ഇനിയും കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ആസ് എൻ കണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു. അപ്പോൾ എന്തായാലും സോഡ വന്നതിന് ശേഷം നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് പോയിട്ട്, പിന്നെ ഇവിടെ ഈ പരിചയപ്പെട്ട പയ്യന്മാർ കുറേ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ മിക്കവാറും എനിക്ക് വേറെ ആരും ഇല്ല കമ്പനി. അപ്പം മെയിൻലി ഇവിടെ ഉള്ളവരുമായിട്ടായിരിക്കും ഞാൻ ചുമ്മാ കറങ്ങാൻ പോകുന്നത്. ഐ വിൽ ബി സൂൺ ഷോയിങ് യു മൈ ന്യൂ ഫ്രണ്ട്സ്. ഞാനിവിടെ ഹോസ്റ്റലിൽ വന്ന് ഉണ്ടാക്കിയ എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സ് ആസ് ആൻ ഇൻട്രോവേർട്ട്. കുറച്ച് നാൾക്ക് ശേഷം റാൻഡമായിട്ട് വിത്തിൻ സെക്കൻഡ്സ് കമ്പനിയായി ഗൈസ്. എൻ്റെ ദൈവം, ഞാൻ തന്നെ ഇങ്ങനെ ഞെട്ടിപ്പോയി. ദൈവം, ഇത്ര ഫാസ്റ്റായിട്ട് കുറേ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയല്ലോ ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഈ വ്ളോഗിങ്ങിലെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മളെ ഇൻട്രോവേർട്ട് നേച്ചർ ഇങ്ങനെ പതുക്കെ മാറി വരും. ആൻഡ് സൂൺ നമ്മൾ ചിലപ്പം എക്സ്ട്രോവേർട്സിൻ്റെ എൻ്റെ ഒരു പേടി സ്വപ്നമാവും. ഇപ്പോൾ തന്നെ ഒരുത്തന്നെ ഞാൻ വെച്ച് കത്തി വിളിച്ച് കൊന്ന് ആ മൂവി റിവ്യൂവർ പയ്യനുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് വന്ന 2 മണിക്കൊന്നും വന്നത്, ഇപ്പോൾ 3:30 ഉള്ളിലിരുന്ന് കത്തി വെക്കില്ലായിരുന്നു. ഞാൻ അവസാനം കഴിക്കാൻ പോകണമെന്നുള്ളതുകൊണ്ടാണ് ഇറങ്ങി പോയതാണ്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് കാര്യം, നമ്മളെയൊക്കെ ഉള്ളിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. ജസ്റ്റ് വി ആർ നോട്ട് ടേക്കിംഗ് ദാറ്റ് എഫേർട്ട്. നമ്മൾ ആ റിസ്ക് എടുക്കുക ഗൈസ്. മേ ബി വി ആർ ഗുഡ് അറ്റ് ഇറ്റ്. എന്തായാലും കാണാം ഗൈസ്. സോഡ വന്നിട്ട് വരാം. ബൈ. അണ്ണാ എന്തുണ്ട്? വെൽക്കം ടു മൈ വ്ളോഗ് അഗെയിൻ. എന്തുണ്ട് വിശേഷം? ഇല്ല, ഞാൻ നിന്റെ വീഡിയോ എടുക്കുന്നത് മറ്റേ വ്ളോഗിന് വേണ്ടി. ഓ പോണ്ടേ? എന്താണ് പരിപാടി? ഇതായിരിക്കും രാഹുൽ സ്നൈപ്പറാ. എവൻ നിങ്ങൾ ഞാൻ പറഞ്ഞ നീ വരുന്നുണ്ടെന്ന്. അതാണ്. എന്നിട്ട് അവൻ വരെയൊന്നുമില്ല. അവൻ നാളെ 11-ാം തീയതി എന്താ വരുള്ളൂ എന്ന് പറഞ്ഞിരിപ്പുണ്ടായി. നീ ഇവിടെ വല്ല താമസിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഹോസ്റ്റൽ പോലത്തെ സ്ഥലങ്ങളിൽ? ഇല്ലല്ലേ? അടിപൊളിയാണ്. വൈബ് സ്വന്തം ജീവിതം. വലിയ റിച്ചാണ് കേസ് ബാംഗ്ലൂരിൽ. കേസ് അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങിയിരിക്കുകയാണ് വിത്ത് സോഡയായിട്ട് നമ്മൾ ഇന്ദിരാനഗർ തെണ്ടി നടക്കാൻ പോവുകയാണ്. ഏതെങ്കിലുമൊക്കെ സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ വരാം. ബിക്കോസ് ഒറ്റ മൈക്കേ ഉള്ളൂ കേസ്. അതുകൊണ്ട് ഈ മൈക്കും കൂടെ കളഞ്ഞു പോണതിന് മുമ്പേ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മറ്റേ കൈ പിടിച്ചു കഴിഞ്ഞാൽ കളയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം. ഇല്ലെങ്കിൽ വേറെ മൈക്ക് വാങ്ങിക്കേണ്ടി വരും ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി. എത്ര മിനിറ്റ്? 21 മിനിറ്റ് നടക്കാനോ? മിക്കവാറും ഇന്ന് രാവിലെ കഴിച്ച ബുഫേ ഒക്കെ ഇന്ന് മിക്കവാറും ഡൈജസ്റ്റ് ആയി പോകും കേട്ടാ. രാവിലെ കഴിച്ച ബുഫേ ഒക്കെ ഇപ്പൊ ഡൈജസ്റ്റ് ആവുന്നു. അടിപൊളി ബുഫേ, മസ്റ്റ് ഹാവ് ആണ്. ഓക്കെ ഗൈസ്, നമ്മള് നടന്നിട്ട് വരാം. വെയിറ്റ്. സോഡയാണ് ഇന്നത്തെ സ്പൾബർ. നടന്ന് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് ബാംഗ്ലൂർ വഴി പോവുകയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ മറ്റേ എക്സ്പേർട്ട് ക്രോസിംഗ് അല്ലേ, ഇപ്പോൾ ആൾക്കാർ പറന്നു വരാമല്ലോ. ഓക്കെ ഗൈസ്, നമ്മളെ ഫ്രണ്ടിൽ വരുന്നവരെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റൂല. സ്ട്രീറ്റ് ടൂർ ആണ്. സോ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ ഈ വ്ളോഗിൽ വല്ലതും ചിലപ്പോൾ കാണാം. ഒരു ഹായ് ഒക്കെ പറഞ്ഞോളൂ ഗൈസ്. ക്ലൈമറ്റ് കൊള്ളാം കേട്ടോ, നടക്കാൻ പറ്റിയ ക്ലൈമറ്റ്. ഇത് ഒട്ടും ചൂടില്ല, നല്ല അടിപൊളി ക്ലൈമറ്റ്. നൈസ്. കാര്യം ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ആവശ്യം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ബാക്കിലോട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അത് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്ക് ക്യാമറയിൽ ഇട്ടിട്ട് ചെയ്യണം. പക്ഷെ എന്റെ മാത്രം സംസാരമാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഇട്ട് ഇങ്ങനെ നടന്ന് സംസാരിച്ചോണ്ട് പോവാ. എന്തോ ട്രക്കാ? റോഡിലൊക്കെ ട്രക്ക് പാർക്ക്. നീ നടന്നോ? നീ എന്നെ കൂടെ പേടിപ്പിക്കാതെ. ഇതൊക്കെ സില്ലിയാണ് എനിക്ക്. നമ്മളങ്ങനെ ഇന്ദിരാനഗർ വഴി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സൈഡിലൊന്നും റെസ്റ്റോറന്റ് ഒന്നും കാണുന്നില്ല, മൊത്തം ആ സൈഡിലോട്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കാം ഗൈസ്, നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ച് വാക്കിംഗ് ഗൂഗിൾ. ലെറ്റ്സ് ഗോ ഗൈസ്.
പുതിയൊരു ഇൻഫർമേഷൻ കിട്ടി. ഞാൻ ഈ ഫോണും പിടിച്ചോണ്ട് പോകുന്നത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്റെ 17 Pro Max ഈ ഓറഞ്ച് കളർ എവന്റെങ്കിലും കയ്യിലിരിക്കണമെങ്കിൽ അത് എന്റേതാണ് കേസ്. തട്ടിക്കൊണ്ട് പോയാൽ അത് എന്റെ സെറ്റപ്പ് കാണുമ്പോഴേ അമ്മമാർക്ക് തട്ടിക്കൊണ്ട് പോകാൻ തോന്നും. ഈ ഓറഞ്ച് കേസും അമ്മമാർ വിചാരിക്കും ഈ വടി എടുത്തോണ്ട് പോകാൻ കുറച്ച് പാടാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ ട്രൈ ചെയ്യില്ല. മനസ്സിലായല്ലേ? ഓടാ അറിയാന്നുള്ളവനാണെങ്കിൽ അവൻ ആ പേടിയും കാണില്ല, എടുത്തോണ്ടൊരു ഓട്ടം ഓടും. ഓ മൈ ഗോഡ്, റിസ്കി ബിസിനസ് ഗൈസ്. നോക്കട്ടെ, ഈ സ്ട്രീറ്റിലൊന്നും ഒരുത്തനെ കാണുന്നില്ല. ഇനി സൈഡിൽ കൂടെ ആരെങ്കിലും ഓടി വരുമെന്ന് പറഞ്ഞൂടാ. എന്തോ വീടാണ്, ചർച്ച്. നമ്മളേതോ റെസിഡൻഷ്യൽ ഏരിയ പോലത്തെ ഏരിയ കൂടെയാണ് നടക്കുന്നത്. നോക്കാം ഗൈസ്, നമ്മൾ ഓരോ സ്ഥലം എത്തുമ്പോൾ ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാൻ തക്കമുള്ള സാധനം വരുമ്പോൾ കാണിക്കുക. അല്ലെങ്കിൽ ഇവള് പറഞ്ഞ പോലെ തട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് വെറുതെ നീട്ടി പിടിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ. ബൈ. അങ്ങനെ ഗൈസ്, നമ്മളൊരു 5 മിനിറ്റ് പോലും നടന്നില്ല, അതിന് മുമ്പേ ഞാൻ കഥച്ചു തുടങ്ങി. ഈ മറ്റേ വാക്കിംഗ് ടോക്കിംഗ് എനിക്ക് പറ്റുമെന്ന് പറഞ്ഞോളൂ. ബിക്കോസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ കുറേ നാളുകളായി. ഫുഡ് അടി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് പിന്നെ ഇത്രയും ഫുഡ് കഴിക്കുന്നത് കൊണ്ട് എന്തായാലും കുറച്ച് നടന്നേ പറ്റൂ. കാലറീസ് ബേൺ ചെയ്യണം ഗൈസ്. എന്നിട്ട് വല്ല സ്മാഷ് ബർഗറും സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. തലയിറങ്ങി വീഴത്തൊന്നുമില്ല. ബസ് ഞാൻ ചെറിയ കഥ പറഞ്ഞത്, ഞാൻ മറ്റേ ദുബായിൽ ആദ്യമായിട്ട് ഞാൻ ദുബായി ചെന്ന സമയത്ത് നടക്കാൻ ഇഷ്ടമാണ്. അന്ന് ഞാൻ ഇങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സമയമല്ലേ, അപ്പൊ എനിക്ക് ദുബായ് വലിയ പരിചയമില്ല. ഞാൻ ദുബായിൽ നിന്ന് മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വണ്ടിയൊന്നും കിട്ടാത്തതുകൊണ്ട് നടന്ന് ഷാർജ വരെ. എന്നെ ആ സമയത്ത് ഞാൻ നൊട്ടോറിയസ് ആണ് കേസ് ഇങ്ങനത്തെ ഭ്രാന്ത് കാര്യങ്ങളൊക്കെ ചെയ്തതിൽ. പക്ഷെ അന്നത്തെ നടത്ത ഇപ്പം നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ദാറ്റ് ടൈം ഐ വാസ് ഭ്രാന്ത്. അങ്ങനെ നമ്മൾ ഫുള്ള് ഷാർജ വരെ നടന്ന ചരിത്രമുണ്ട് എനിക്ക്. പിന്നെ ബാംഗ്ലൂരിലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുന്നത്. എൻ്റെ ഫ്രണ്ടുമായിട്ട് ദീപക് എന്ന് പറഞ്ഞിട്ട്. അവ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവനും ഞാനും ബാംഗ്ലൂരിൽ കൂടെ മെജസ്റ്റിക്കിൽ നിന്ന് വൈറ്റ് ഫീൽഡ് വരെ നടന്നിട്ടുണ്ട്. രാത്രി 12 മണി മുതൽ. നമ്മൾ റെക്കോർഡ് ഇട്ടാണ് ഗൈസ്. ആ സമയത്തൊന്നും എനിക്ക് തോന്നില്ല ആരും അങ്ങനെ ചെയ്താണോ. അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വ്ളോഗായിട്ട് ഇടാൻ പറ്റിയില്ല. നമ്മൾ കൃഷ്ണഗിരിയിൽ പോയിട്ട് ബാംഗ്ലൂർ രാത്രി എത്തിയത്. അപ്പം അവിടെ മെജസ്റ്റിക്കിന്റെ അവിടെ ആരെയോ കൊന്നിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഫുൾ പോലീസായിരുന്നു. അപ്പം നമ്മൾ ഈ 2 പയ്യന്മാർ ബസ്സൊക്കെ ഇറങ്ങി അവിടെ കറങ്ങി വന്നപ്പോൾ എമാര് പറഞ്ഞു ഇവിടെ നിന്ന് ആരും കറങ്ങണ്ടാന്ന് തന്നെ പോലീസ് ഓട്ടിച്ചിട്ട്. ഈ പോലീസ് ഓട്ടിച്ചതിൻ്റെ ഏതോ വഴി കൂടെ അവർ വിട്ട്. നമ്മൾ ചെന്നെത്തിയത് കബ്ബൺ പാർക്കിൽ. എന്താണ് നടന്ന് കമ്പനി ഉള്ളതുകൊണ്ട് വെറുതെ സംസാരിച്ച് നടക്കുകയല്ലേ. കബ്ബൺ പാർക്ക്, വിധാൻ സൗദ, മറ്റേ സ്റ്റേഡിയം, ഇതൊക്കെ നമ്മൾ നടന്ന് കണ്ടു അന്ന് രാത്രി. എന്നിട്ട് നോക്കിയപ്പം കുറെ നടന്നല്ലോ, ഓട്ടോ അടിച്ച് പോവാം. ഏതോ ഒരു ഓട്ടോയിൽ കയറി അന്ത കാലത്ത്. അങ്ങനെ എന്തോ നമ്മൾ തന്നെ എന്തോ ലിഡോ തിയേറ്ററാ, ലുഡോ എന്തോ പറഞ്ഞിട്ട് അങ്ക വരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു ഏതോ കുറച്ച് വളരെ ദൂരമുള്ള ഏതോ തിയേറ്റർ എന്ന് വിചാരിച്ച് കയറി. അങ്ങനെ കയറി ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് ഇറക്കി വിട്ടപ്പോഴേക്കും ലിഡോ തിയേറ്റർ. നമ്മളെന്ന് 600 രൂപയെ 500-600 എന്തോ വാങ്ങിച്ച്. പിന്നെയും നമ്മൾ നടന്നു രാത്രി ഫുൾ. ബസ് സ്റ്റോപ്പിൽ മൊത്തം പയ്യന്മാര് കയ്യിൽ സിറിഞ്ചൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. അന്ത കാലത്ത് ഫുൾ ഒന്ന് വേറെ ലെവലായിരുന്നു ബാംഗ്ലൂർ. നമ്മളിങ്ങനെ പേടിച്ച് നമ്മളിനി വല്ലവനും കയറി കുത്തുമെന്നുള്ള പേടിയായിരുന്നു. എല്ലാവരുടെ കയ്യിൽ സിറിഞ്ച്. പിന്നെ പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് നിർത്തുമായിരുന്നു. നമ്മൾ നടന്നു പോകുമ്പോൾ പോലീസ് ഇപ്പോൾ നിൽക്കും, എവിടെ പോകണ്ടേന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും നമ്മൾ നടക്കുകയാണ്, വൈറ്റ് ഫീൽഡിലോട്ടാണ് പോകാനുള്ളത്. അങ്ങനെ വെളുപ്പാ രാവിലെ പാലുകാരടുത്തും പത്രക്കാരത്തൊക്കെ വഴി ചോദിച്ച് ഇവന്റെ മാമന്റെ വീടായിരുന്നു വൈറ്റ് ഫീൽഡ്. അവസാനം നമ്മൾ വെളുപ്പാൻ കാലമായപ്പം വൈറ്റ് ഫീൽഡ് എത്തി. നമ്മളന്നൊരു പ്രാന്ത് കാണിച്ചാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ലെവൽ ഓഫ് പ്രാന്ത് കാണിച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴത്തെ ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മളിപ്പോ വളരെ ഡീസന്റ് ആൻഡ് ഹംബിൾ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അവൻ ഇത് കാണുന്നുണ്ട് അവിടെ. ദീപൊക്കെ നമ്മളെ വ്ളോഗിന്റെ അടിയിൽ കമന്റ് ഇട്ടാൽ മതി നീ കാണുന്നെങ്കിൽ. അവൻ ഇപ്പൊ വലിയ ബിസിനസ്മാൻ. അവൻ ക്യൂബയിലൊക്കെ പോയെന്നാണ് ഞാൻ കേട്ടത്. അവൻ എന്നെ കാട്ടി വലിയ പ്രാന്തനായിരുന്നു. നടന്നു പോയി കാണാൻ ചാൻസ് ഇല്ല. കല്യാണമൊക്കെ കഴിച്ച് ഒതുങ്ങിയവൻ. അങ്ങനെ നമ്മൾ 100 ഫീറ്റ് റോഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്റെ ആ ഒരു കഥ ഇതാണ്. ബാംഗ്ലൂർ മൊത്തം നടന്ന് രാത്രിയിൽ കണ്ട ഒരേ ഞാനായിരിക്കും, വിത്തൗട്ട് എനി പ്രോബ്ലംസ്. നമ്മൾ ആരും തടഞ്ഞൊന്നുമില്ല, ജസ്റ്റ് എല്ലാവരും ചോദിച്ച് ഷോക്കായിട്ടുള്ളൂ. വി ആർ എക്സ്പ്ലോറിംഗ് ഗൈസ്. ആദ്യം നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത്, ആദ്യം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കട്ടെ. എന്താണ് ടൂർ ഗൈഡ് പറയാനുള്ളത്? ബാംഗ്ലൂർ ടൂർ ഫസ്റ്റ് എവിടെ പോകും? നിനക്ക് ചായ കട അറിയാം അവിടെ? റോഡ് സൈഡാ ഡേ, ഫേമസ് സ്ഥലം പറ. ഏത് കോഫിയാണ് ഓടി പേര് കേട്ടാ ഇങ്ങനെ. എനിക്ക് വയറളവായിരുന്നു വയ്യ. നടക്കാം ഗൈസ്, നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ ഇന്ദിരാനഗറിലെ കപ്പിൾസ് ഒക്കെ നടക്കുന്ന ഏരിയ കൂടെ. നൈസ്, നല്ല വൈബ് ഏരിയ. നമ്മൾ വ്ളോഗ് ചെയ്ത് നടക്കുന്നതാണെന്നുള്ളത് കാണുന്നത് എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരാണെന്നുള്ളത് മാത്രം അവർക്ക് മനസ്സിലാവുന്നില്ല. ബൊഹീമിയൻസ്. ഇതല്ലേ അരക്കു കഫേ? ഇവിടെയാണ് നമ്മൾ വരാൻ തന്നെ. ഗൈസ്, നമ്മളിവിടെ കോഫി കുടിക്കാൻ വന്നേക്കാണ്. അരക്കു കഫേ ആണ് കഫേ. നൈസ്, ഫുള്ളാണല്ലോ ഗൈസ്. ഫുൾ ഹൗസ് ഗൈസ്. ഒരു സീറ്റ് ഇട്ടോ നോക്കാം. Can we have a table for 2 if it's available? Yeah, sure. 2 പേരുള്ള ടേബിൾ കണ്ടുണ്ട്. On top? Yeah, fine. പടി കയറി പോയിട്ട് വേറെ കേസ് ഗൈസ്. നമ്മൾ ഈ ഒരു മൊബൈലും പിടിച്ച് നമ്മളിങ്ങനെ പോകുമ്പോണ്ടല്ലോ, നമ്മൾ വ്ളോഗറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ മൊത്തം ശ്രദ്ധിക്കുന്നുണ്ട്. ഓ ഷിറ്റ്, ജീൻസ് ലൂസാണ്, എല്ലാം ഇറങ്ങി പോകും. അപ്പം ലെറ്റ്സ് സീ ഗൈസ്. ഒരു സീറ്റ് ഇട്ടട്ടെ, വരാം. കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മളെ അരക്കു കഫേയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പേര് അരക്കു എന്ന് തന്നെയാണ് എന്തോ, ഇതാണ് പേര്, അരക്കു. ഓക്കെ ഗൈസ്, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം മെനുവിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. എല്ലാ ആംബിയൻസും സംഭവം എല്ലാം കൊള്ളാം. ഇതെന്തോ കോഫി, ഇതെന്തോ അതിൻ്റെ അകത്തെന്തോ താഴെയുണ്ട്. കൊള്ളാം. നമ്മളൊരു മൂലയെ കൊണ്ടിരുത്തി ഗൈസ്. ഇവിടെ മാത്രമേ സീറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഓർഡർ ചെയ്ത് തരാം. അപ്പോൾ കേട്ടോ കോൾഡ് ബ്രൂ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ കലക്കി വേണമെങ്കിൽ കുടിക്കാം.
ഇതാണ് ഡ്രിപ്പ് മറ്റേ അറക്കൂന്റെ അല്ല ഇത് സ്പെഷ്യാലിറ്റി കോൾഡ് ബ്രൂ ആണ്. നീ ട്രൈ ചെയ്ത് നോക്ക്. ഇത് കലക്കാൻ വേണ്ട, അത് ചുമ്മാ കുടിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് പറ. കുടിക്കുമ്പോ നീ എപ്പോഴും സംസാരിക്കുമ്പോ അതില് നോക്കി വേണം കുടിക്കാൻ. സ്ട്രോങ് അല്ലേ? ഒട്ടും ചായക്കല്ല കേട്ടോ. നല്ല പ്യുവർ സാധനം കേട്ടോ, നല്ല ഡീപ്പ് ഡാർക്ക് റോസ്റ്റഡ് ആണെന്നോ കളർ എന്താന്ന് തന്നെ അറിയാം. കോഫി കൊണോസേഴ്സ് കാണുന്നുണ്ടെങ്കിൽ കോഫി ഭഗവതികളെ പോരട്ടെ. നീ ഒറ്റ വലിക്ക് കുടിച്ചല്ലേ? ഇല്ല, ഞാൻ കുറച്ചെടുത്തോളൂ. ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇറക്കണം. ഓൾറെഡി നല്ല നല്ല സീന് സാധനം. പക്ഷെ ലൈറ്റ് കോഫി അല്ല, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സാധനമാണ് കഴിച്ചത്. പക്ഷെ ഇതൊക്കെ കപ്പിക്കാനെന്ന് നമ്മൾ സാധനങ്ങൾ കുടിച്ച് ശീലമായി. ഇപ്പൊ ഐസ്ക്രീം വീണേ എന്റെ മൈക്ക് നേരെ ഇതില്ലാതെ പോയി വീണേ. ഓക്കെ ഗൈസ്, ഈ സാധനം കൊള്ളാം. ഇല്ല, നല്ല ഡാർക്ക് റോസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല മറ്റേ സ്കോച്ച് എക്സ് വരുമ്പോ കഴിക്കാനായിട്ട് അത് കലക്കിയിട്ട് കുടിച്ചു നോക്ക്. അഫക്കാറ്റോ നല്ലതാ. അഫക്കാറ്റോ ഒരിക്കലും ഇറ്റ് വിൽ നെവർ ഗോ റോങ്. നല്ല ഫ്ലേവറുള്ള കോഫിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഫ്ലേവറുള്ള ഞാൻ ചോറാണ് ചോറ് ഇഷ്ടപ്പെട്ടില്ല. നല്ല സ്ട്രോങ് ആണ്. കോഫി സ്ട്രോങ് ആണ് കേട്ടോ. ഇതും നല്ല സ്ട്രോങ് ആണ്. ഈ സാധനം ഇതും നല്ല സ്ട്രോങ് ആണ്. ഇഷ്ടപ്പെടും. അല്ല, കോഫി ലവേഴ്സിന് ഇഷ്ടപ്പെടും. നല്ല സ്മൂത്ത് സാധനം കേട്ടോ. പയ്യെ സിപ്പ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെ നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ കയ്പ് പറ്റാത്ത ടീമാണ്. നമുക്ക് എന്നാ വല്ല മിൽക്ക് ഷേക്കും പറയായിരുന്നല്ലോ നിനക്ക്. എന്താണ് ഓക്കെ ഞാൻ ഈ അഫഗാറ്റോ കുടിക്കട്ടെ. സ്വീറ്റ് അല്ല, ഓഫ് കോഴ്സ് നല്ല പ്രോപ്പർ കോഫി സാധനം. അഫഗാറ്റോ ഒന്ന് കലക്കിയിട്ട് ഞാൻ വരാം ഗൈസ്. ഒരു മിനിറ്റ്. നമ്മൾ അഫഗാറ്റോ കലക്കിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. കലങ്ങിയില്ല എന്നല്ല, കലക്കിയിട്ടുണ്ട്. ഇവരുടെ കോഫി നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അതാണ് എവളെ മറ്റേ കയ്പ് അടിച്ചിരുന്നത്. ഓ, നമ്മളെ സ്കോച്ച് എക്സ് വന്നു. ഓ നൈസ്, അടിപൊളി. ഇത് നൈസായി കേട്ടാ. നല്ല ലെറ്റ്യൂസും എന്തോ ഒരു സോസൊക്കെ ഉണ്ട്. എരിയുള്ളതാണെന്ന് തോന്നുന്നു. ഇതിന്റെ അകത്ത് മുട്ടയാണ് ഗൈസ്. ഈ വെളിയിലുള്ളത് മിൻസ്ഡ് മീറ്റിന്റെ ഒരു കോട്ടിംഗ് ആണ് സ്കോച്ച് എക്സിന്റെ. അത് നമുക്ക് ട്രൈ ചെയ്യാം. അതിന് മുമ്പ് നമുക്കൊന്ന് അഫക്കാറ്റോ ട്രൈ ചെയ്തോട്ടെ. ഇതിപ്പോ ഞാൻ കോഫി എന്തായാലും ഐസ്ക്രീം മൊത്തത്തിൽ കലക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ അത്ര പോരാ. കഫിക്കാനേത് അടിപൊളിയാണ് ഗൈസ്. ഇത് കുറച്ച് ഡാർക്കാണ്, ഡാർക്ക് കോഫിയാണ്. മറ്റത് ഡാർക്ക് ആണെങ്കിലും കഫിക്കാനെ യൂസ് ചെയ്യണ ഐസ്ക്രീം അടിപൊളിയാണ്. ഇത് പോരാ. ഈ സോഫ്റ്റ് സർവിൽ അത്ര ഫ്ലേവർ ഇല്ല, മിൽക്കിന്റെ ടേസ്റ്റ് കുറവാണ്. ഇത് പക്ഷേ സ്ട്രോങ് ആണ്. ഇത് തന്നെ കുടിച്ചാൽ തന്നെ കിറങ്ങി നടക്കും നമ്മള്. ഓ നൈസ്. മറ്റേതവിടെ ഇരിപ്പുണ്ട് നിനക്ക്. നീ ചാടി നടക്കും ഗൈസ്. കോച്ചൊക്കെ നീ മുറി. അതാകുമ്പോ എനിക്ക് വീഡിയോ എടുത്താൽ മതിയല്ല. ഇതിന്റെ അകത്തെ മുട്ടയാണ് ഗൈസ്, അവിച്ച മുട്ടയാണ്. അന്ന് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ മുറിക്കണെന്നുള്ളത്. നടുകന്ന് മുറി. അപ്പൊ അതിന്റെ സെന്റർ അല്ലല്ല, ഇങ്ങനെ ഇവിടെ മുട്ട ഇങ്ങനെയെങ്കിലും വെച്ചേക്കണം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് അങ്ങനെ കട്ട് പയ്യാട്ടാ, അല്ലെങ്കിൽ പൊടിഞ്ഞു. അങ്ങനെ കട്ട്. മുട്ട എത്ര സോഫ്റ്റ് ബോയിൽഡ് തന്നെ സെറ്റ് സാധനം കേട്ടാ. അപ്പൊ എവിടെ എക്സാൻഡോ ഇതേപോലത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. നമ്മൾ ഇത് എനിക്ക് ഇങ്ങനത്തെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആ മീറ്റിന്റെ ടേസ്റ്റും സെറ്റ് സാധനമാണ്. ഓക്കെ നമുക്ക് അകത്തൊക്കെ കാണിച്ചാൽ ഈ മുട്ട ഉണ്ടാ നല്ല സോഫ്റ്റ് ബോയിൽഡ് ആണ്. ഇത് ഞാൻ പറയില്ല, ഇങ്ങനെയാണ് മുട്ട കഴിക്കാൻ. കുറച്ച് അണ്ടർ കുക്ക്ഡ് ആണ്. അണ്ടർ കുക്ക്ഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മറ്റേ ഓവർ വേവിക്കാത്തതിനാണ് ചെറുതായിട്ടൊന്ന് അണ്ടർ ചെയ്ത് ചെയ്യുന്നതിനാണ് ഉദ്ദേശം. ആക്ച്വലി ഈ ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഗൂയി ആയിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇറച്ചിയുടെ കൂടെ ടേസ്റ്റ്. എനിക്ക് സോസിന് വിളിക്കുന്നത് ചിലപ്പോൾ ഇതാക്കി തന്നെ കോമ്പിനേഷൻ ഡാർക്ക് എന്താണെന്ന് പറയാം. സത്യം പിന്നെ ഈ മിൻസ്ഡ് മീറ്റിന് ഫ്ലേവർ കൊടുക്കുന്ന ഈ ഒരു സോസാണ്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ അതിന് അത്ര വലിയ ഫ്ലേവർ ഇല്ല, വെറുതെ ആ ഒരു ക്രിസ്പിനെസ്സേ ഉള്ളൂ. സോസ് മുക്കി കഴിക്കുമ്പോൾ നല്ല സ്പൈസി ആട്ടാ. എനിക്ക് തോന്നുന്നത് ഒരു ഗോച്ചുജങ് സോസ് ആണോ എന്നൊരു സംശയമുണ്ട്. കൊറിയനെ ഒരു 5 4 കൊടുക്കാം. ഇതിനും കൂടെ കുറച്ചുകൂടെ ഫ്ലേവർ ഉണ്ടാകുന്ന നൈസാണ്. അതിന്റെ ഫ്ലേവർ ഈ സോസിലാണ്. അത് ആഡ് ചെയ്യുമ്പോൾ കിടുക. മുട്ട അല്ല ഗൂയി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ചപ്പോഴേക്കും ഇങ്ങനെ ഒഴിച്ചിങ്ങനെ വേണം. റണ്ണി എഗ്സ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇതിലോട്ട് ആ സോസ് കുറച്ച് ഒഴിച്ചിട്ട് ഇത്രയും മതി ധാരാളം. ഇങ്ങനെ അതിലോട്ട് ആ സോസ് ഒഴിച്ചിട്ട് ആ ഗൂയിനെസ്സും നിങ്ങളുടെ ആയിട്ടങ്ങ് തിന്നുക. നീ എക്സ്പ്രഷൻ കാണിച്ചാൽ മതി. മൈക്ക് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സീനല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം കൊള്ളാം. എല്ലായിടത്തും കമ്പി നീ മതി. അയ്യോ കൊല്ലോടി നീ എന്നെ. ഓക്കെ ഭാഗ്യം. സ്കോച്ച് എക്സ് വിത്ത് എന്തോ ഒരു സോസ്. സാധനം കൊള്ളാം. വെരി നൈസ്. പ്രോട്ടീൻ പാക്ഡ്. അതെന്തോ ഇലവാരി തിന്നത്. ഇതാണ് വൈബ്. വൻ അടിപൊളി വൈബ് കേട്ടോ സ്ഥലം. ഇത് അവരുടെ മെർച്ചൻഡൈസ് ആണോ. ഡയറക്റ്റ് ഫുൾ കോഫിയും കപ്പും സാധനങ്ങളും ഒക്കെ.
ബാരിസ്റ്റാസ്. ഈ സ്ഥലം ആർക്കെങ്കിലും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഈ സ്ഥലം സെഡ് ദ ബേക്കർ. ഇത് ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇവിടെ വരുന്നതായിരിക്കും. വി വിൽ ബി വിസിറ്റിംഗ് ദിസ് സൂൺ. നോക്കട്ടെ കൊള്ളാവില്ല എന്നുള്ളത്. നമ്മൾ അടുത്ത് 4 പീസ് പിസ്സ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് റിസർവ് ചെയ്യണമെന്ന് തന്നെ. അവിടെ അല്ലാതെ ആരെയും കയറ്റൂല എന്നാണ് കേട്ടത്. ഇപ്പൊ ബാംഗ്ലൂരിലെ ഏറ്റവും ബെസ്റ്റ് പിസ്സ എന്നാണ് രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ലെറ്റ്സ് സി അവൻ ഇടി കൊടുക്കണോ വേണ്ടതെന്നുള്ളത് ഇന്ന് അത് കഴിച്ചതിന് ശേഷം ഞാൻ പറയാം. കൊച്ചിയിലുള്ള പിസ്സയുടെ ഏഴെഴുത്ത് വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ്. നമുക്കും ഉണ്ട് അവിടെ പിസ്സ സ്ഥലങ്ങൾ. ലെറ്റ്സ് സീ ഗൈസ്. ഏത് ടൈപ്പ് ഓഫ് പിസ്സ എന്ന് അറിഞ്ഞുകൂടാ. നിയോപൊളിറ്റൻ ആണോ സവർഡോ ആണോ നോ ഐഡിയ. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഇതാണ് പിസ്സ 4 പീസ് എന്ന് പറയുന്നത്. ഇതാണ് രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ട്രൈ ചെയ്യാൻ. അതായത് ബാംഗ്ലൂരിലെ ഏറ്റവും ടോപ്പ് പിസ്സ എന്നാണ് പറഞ്ഞത്. നമുക്ക് നോ വാക്കിൻസ് കേട്ടാ. റിസർവ് ചെയ്യണമെന്ന് തോന്നുന്നു. അതൊക്കെ സോറി അറ്റ് ദ മൊമെന്റ് നോ വാക്കിൻസ്. നമ്മൾ റിസർവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ലെറ്റ്സ് സീ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഇവിടെ എന്താണ് സംഭവം എന്നുള്ളത്. കാത്തിരിക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളം. ഇവിടെ വരുന്നെങ്കിൽ റിസർവ് ചെയ്തിട്ട് വേണം വരാൻ. ഞാൻ നോക്കട്ടെ ഗൈസ് കയറാൻ പറ്റുമെന്നുള്ളത്. ഗൈസ് നമ്മൾ കോർണർ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. ഇതെന്താണ് ഐസ്ക്രീം പാർലറാ? ഓക്കെ ഗൈസ് ലെറ്റ്സ് സീ. നിറച്ചും ജനസമുദ്രം ഗൈസ്. ക്രൗഡഡ് ഏരിയ. ഓക്കെ ലെറ്റ്സ് സീ. കയറിയിട്ട് എന്താണ് സംഭവം നോക്കിയിട്ട് ഗൈസ്. ഗൈസ് നമ്മളിവിടെ ഐസ്ക്രീം പാർലർ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഫ്രൂട്ട് ബേസ്ഡ് സൺഡേസ് വെച്ചാണ്. ഞാൻ ഈ ഇംപീച്ച്ഡും ഫ്രൂട്ട് ജാക്ക് പോട്ടും പീച്ച് മെൽബയും പറയാൻ പാടില്ല. നല്ല തിരക്കുണ്ട്. കേക്ക് ഡെസേർട്ടാണ് അത്. ഭയങ്കര തിരക്ക്. ഇവിടെ ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോർണർ ഹൗസ്. ഓക്കെ ഗൈസ്, എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാനുള്ള സീറ്റ് കിട്ടുമോ നോക്കി തരാം. ഇവിടെ ഉണ്ട് അതേപോലെ കപ്പിൻ്റെ എടുക്കുന്നു. ഗൈസ് എൻ്റെ പൊന്നോ, ഇത് എന്താണ് ഇത്? ഡിന്നർ എവിടെ പറഞ്ഞ ഒരു സ്കൂപ്പ് എന്നൊക്കെ പറഞ്ഞത്. അതായത് ഒരു 10 സ്കൂപ്പ് ഉണ്ടോടെ. ഗൈസ് ഇതാണ് പീച്ച് മെൽബ. ഇതാണ് ഫ്രൂട്ട് ഓവർലോഡ്. അതൊരു ജാക്ക് പോട്ട്. ഇതിലില്ലാത്ത പഴമൊന്നുമില്ല ഗൈസ്. ചക്കയൊക്കെ കിടക്കണമെന്ന് തോന്നുന്നു. ദൈവമേ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 റൗണ്ട് ഓടേണ്ടി വരും കേട്ടാ. 4 പീസ് തിന്നുന്നതിന് മുമ്പേ. സീന് സാധനം കേട്ടാ. വെറുതെ എത്ര ഫേമസ്. ഇതിൽ ഫുൾ പീച്ചാണ്. ഇത് ഫുൾ ഫ്രൂട്ട്സിന്റെ ഒരു കളി. വെളിയിൽ നിന്ന് കഴിച്ചാലോ എന്ന് ആലോചിക്കാനേ. സീറ്റൊന്നും ഇല്ല ഗൈസ്. ഇപ്പോൾ ഒരു മിനിറ്റ് ഞാൻ നിൽക്കാം. എവിടെയെങ്കിലും വെളിയിൽ നിന്ന് കഴിക്കാം ഗൈസ് നമ്മള്. ഓക്കെ ഗൈസ്, ഇത് ക്രീമാടി. ഗൈസ് ഇതിൽ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. ഇത് ലിച്ചിയാന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ കഴിച്ചത് ആപ്രിക്കോട്ടാന്ന് തോന്നുന്നു. ഇവിടെ കൊള്ളാം കേട്ടാ. ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാങ്ങയും ആപ്പിളും പഴവും മാത്രമേ ഉള്ളൂ. ഇതേപോലെ പീച്ച് മെൽബ. മെൽബ സോസ് ഞാൻ പണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്നു. പീച്ചും മെൽബയും മെൽബ സോസും. സൂപ്പർ കിക്സ് എന്നൊരു ഷോറൂം. എൻ്റെ അടുത്ത് രാഹുൽ പറഞ്ഞത് ഷൂസിന്റെ ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് കയറി നോക്കിയിട്ട് വരാൻ. കൊള്ളാം. ന്യൂ ബാലൻസ് പ്യൂമ. നല്ല നല്ല കളക്ഷൻ. സാമ്പ A6 ജോർഡനൊക്കെ ഉണ്ടോ? ഇല്ലല്ലേ. നൈക്കി എയർ ജോർഡൻ. കൊള്ളാലോ ഗൈസ്. അത്യാവശ്യം എല്ലാ ഷൂസും കിട്ടുന്ന കടയാണ്. ലേഡീസിനുള്ളതാണ്. ഇതൊക്കെ ഗേൾസ് അല്ലേ? ഇതൊക്കെ പെണ്ണുങ്ങളുടെ സൈഡും ഇതൊക്കെ ആണുങ്ങളുടെ സൈഡും. അതെന്നാ ഇത് യൂണിസെക്സ് അല്ലേ? ഇത് പെണ്ണുങ്ങളാണ്. ബാലൻസ് കൊള്ളാം. ജോർഡൻ ഹൈസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഇത് കൊള്ളാം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് പെണ്ണുങ്ങളാണ്. ഇതൊക്കെ അടിയില്ലേ. ന്യൂ ബാലൻസ്. ഇത് മെയിൻലി ന്യൂ ബാലൻസ് ആണ് കേട്ടോ. എൻ്റെ വേറെ മോഡൽ ആയിരിക്കും. എൻ്റെ ഷൂസും ന്യൂ ബാലൻസ് ആണ് ഗൈസ്. ഇഫ് യു ഡോണ്ട് നോ എന്തായാലും കയറി സ്ഥിതിക്ക് കാണിച്ചു തരാം. ഡീലൊക്കെ ഉണ്ട്. പിന്നെ ടീഷർട്ട്സ് ഉണ്ട്. ഡെനിം. നൈസ്. ഡെനിം ഭ്രാന്തനായി എനിക്ക് കണ്ടപ്പോൾ വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചൊരു തടി പറയട്ടെ ഗൈസ്. എന്നിട്ട് ഏതൊക്കെ വാങ്ങിച്ചിടും. ഇത് ജാക്കറ്റാണ് ആക്ച്വലി, ഷർട്ടല്ല. ഓക്കെ ഗൈസ്, ഇവിടെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. മോൾ ഓഫ് ഏഷ്യയിൽ ഒണിറ്റ്സുക്ക ടൈഗറിന്റെ ഷോറൂം ഉണ്ടെന്ന് ഷാജ് പറഞ്ഞു. ഓണേന് മുമ്പേ അവിടെ പോയിട്ട് നമ്മൾ പറ്റുമെങ്കിൽ ഒരു ഷൂസ് വാങ്ങിക്കാം ഗൈസ്. ഒണിറ്റ്സുക്ക ടൈഗർ. ലെറ്റ്സ് സീ. ശരി ഗൈസ്, ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ നടന്നു തുടങ്ങി. റൂമിലൊന്ന് പോയിട്ട് എൻ്റെ ചാർജർ എടുക്കണം. ഓൾറെഡി ഐഫോണിന്റെ ഗുണം ഈ മൈക്ക് കുത്തി വെച്ചേക്കണോണ്ട് പെട്ടെന്ന് ബാറ്ററി തീരുന്നുണ്ട്. സോ ചാർജർ എടുത്ത് ബാഗ് ഇടാൻ വേണ്ടി പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ മറ്റേ തിന്നണേന് അപ്പോയിന്റ്മെന്റ് ആണ് ഗൈസ്. നമ്മള് റിസർവ് ചെയ്തിട്ടുണ്ട്. പിസ്സ കഴിക്കുന്നു. പിന്നെ എന്തെങ്കിലും വയർലെസ് സ്ഥലം ഉണ്ടെങ്കിൽ അടുത്ത കുറെ സ്ഥലങ്ങളും കൂടെ കവർ ചെയ്യുന്നു. അയ്യോ 3 ദിവസം ഞാൻ എന്ത് ചെയ്യും ഗൈസ്? എന്റെ വയർ എന്നെ തെറി വിളിക്കാൻ പോവുകയാണ്. 3 ദിവസത്തിൽ തീറ്റി കണ്ടറിയാം. നോക്കാം ഗൈസ്. ലെറ്റ്സ് സീ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു 2-3 ഔട്ട്ലെറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ കഴിക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ് ടു ഡീൽ വിത്ത് ദ ഫുഡ്. എന്തായാലും റൂമിൽ പോയിട്ട് ഞാനൊന്ന് ചാർജർ എടുത്തോട്ടെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. നിയോൺ ലൈറ്റൊക്കെ സെറ്റ്. നമ്മൾ 4 പീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ തൊട്ടടുത്ത് തന്നെ ഇറങ്ങും. ഫുൾ വൈബ് സ്ഥലം കേട്ടോ. കംപ്ലീറ്റ് ജനം ഇങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഇന്ദിരാണ് കാരണം. വെളിയിലോട്ട് കൈ നീട്ടി ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നത്. സെൽഫി സ്റ്റിക്കോട് എടുത്തോണ്ടോ പിസ്സ തിന്നാൻ കൂടെ കൊണ്ടുപോകുന്നത്. നല്ലൊരു തിന്നും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നിയമമൊക്കെ തെറ്റിച്ചോണ്ട് പോവുകയാണ് ഗൈസ്. എന്റെ ദൈവം റോഡ് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അയ്യോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സീന് ഗൈസ്. നമ്മൾ ഫുള്ള് നിയമം തെറ്റിക്കുകയാണ്. പുള്ളി പഴയ തഗ്ഗാണ് കേട്ടോ. പുള്ളി പഴയ തഗ്ഗാണെന്ന് തോന്നുന്നു.
ഡ്രൈവിംഗ് ഗൈസ് സാധനം പിസ്സ 4 പീസ്. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ചെറിയ കടയല്ല, അത്യാവശ്യം വെയിറ്റിംഗ് സംഭവങ്ങളുണ്ട്. എല്ലാം നിറച്ച ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമ്മൾ 7 മണിക്ക് റിസർവ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. 7 മണിക്ക് സത്യം ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ പോയി കുറേ നേരം വെയിറ്റ് ചെയ്യണം. എന്തിനാണ് പിന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? ഇവിടെ മൊത്തം ബുക്കിംഗ് ക്ലോസ് ആയെന്നാണ് പറയുന്നത്. ഭയങ്കര തിരക്ക്, ആൾക്കാർ മൊത്തം വെയിറ്റിങ്ങും. ആ കൂടെ നമുക്ക് ആദ്യം ഒരു സീറ്റ് ഇടാന്ന് പറഞ്ഞത് ബാറിന്റെ സൈഡിൽ. നമ്മൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. നല്ലൊരു സീറ്റ് ഇട്ടുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യും. ഇതൊക്കെ ഗസ്റ്റുകളൊക്കെ എഴുതിയിരിക്കണം. ഡാസ്ലർ ബെസ്റ്റ് പിസ്സ. വാവ്, ഗസ്റ്റൊക്കെ എഴുതിയത് ഇതൊക്കെ വാട്ട് ഡസ് വൺനെസ് ട്രൂലി മീൻ ടു യു എന്നുണ്ട്. ഇങ്ങനെ കുറെ സംഭവം നാട്ടുകാർ എഴുതിയേക്കുന്ന സംഭവം കൊള്ളാം. ബെസ്റ്റ് പിസ്സ ഇൻ ബാംഗ്ലൂർ മച്ച് ലവ്. ഈ ബെസ്റ്റ് പിസ്സ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൾക്കാരുടെ റിവ്യൂ നോക്കട്ടെ. ഇന്ത്യയുടെ ബെസ്റ്റ് പിസ്സ ആണോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം ഗൈസ്. മാളവികയെ വിളിച്ചിരിക്കുകയാണ്. ലിഫ്റ്റിൽ കയറി പോകണം ഗൈസ്. നമ്മൾ ലിഫ്റ്റ് സ്കിപ്പ് ചെയ്ത് നമ്മൾ പടി കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബൊറാറ്റയൊക്കെ ഉണ്ടല്ലോ, നല്ല ഇരുണ്ട ആംബിയൻസ് ആണ് കേട്ടോ. ഓ വാവ്, അവിടെയൊക്കെ മൊത്തം എന്തൊക്കെയോ പരിപാടികൾ, ബാറ് പോലത്തെ സെറ്റപ്പ്. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പടി കയറി പോവുകയാണ്. ലെറ്റ്സ് സീ ഗൈസ്. ഹായ്, ഹലോ ഹലോ ഗൈസ്. ഇതാണ് സ്ഥലം. നൈസ്, കൂൾ. അമ്മ, അതാണ് ആംബിയൻസ് ഗൈസ്. സംഭവം കൊള്ളാം, അടിപൊളി അല്ലേ? നിങ്ങളെ ബാഗ് വയ്ക്കാനൊരു ബാസ്ക്കറ്റ് തന്നിരിക്കുകയാണ് ഗൈസ്. അത് കൊള്ളാം അല്ലേ? ഇനി VST വരുമ്പോൾ ആടി ഇവിടെ ഡേറ്റ് നൈറ്റിന് കൊള്ളാം. കറക്റ്റ് പിസ്സ തിന്നാൻ പറ്റിയ സ്ഥലം. VST അവിടെ മൂന്നാറി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. നമ്മളിവിടെ പിസ്സ കഴിക്കുന്നു ഗൈസ്. VST വി മിസ് യു. നമ്മൾ പിസ്സ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. നീ അത് കണ്ടിട്ട് ആശ്വസിച്ചോ. ബൈ ഗൈസ്. ഇതാണ് അവരുടെ മെനു. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം ഈ സാധനത്തിൽ. ഇവിടെ ഹാഫ് പെറിയും ഹാഫ് മറ്റേ ഒക്കണോ അതായത് യാക്കിറ്റോറി ചിക്കൻ. അതാണ് ഇങ്ങനെ 2 പിസ്സ സെലക്ട് ചെയ്ത് കാണിക്കാം. മനസ്സിലായില്ലേ? അത് ബേസിക്കലി നമ്മൾ 2 പിസ്സ പറഞ്ഞിരിക്കുകയാണ്. അത് ഹാഫ് ആയിട്ട് കിട്ടും. എന്താണ് സംഭവം നോക്കാം. അധികം കഴിക്കാനുള്ള ശേഷിയില്ല, എന്നാലും ഉള്ളത് വെച്ച് വേണം നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് വരെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ കൊട്ടിപ്പാടും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് നമുക്ക് കൊട്ടിപ്പാടി കളിക്കാം. ഇതൊരുമാതിരി ദുബായിലൊക്കെ ഇതേപോലത്തെ സ്ഥലങ്ങളുണ്ട്. ഈ ഹോട്ടലിലെ ആൾക്കാർ വന്ന് ഇതേപോലെ പാട്ടൊക്കെ പാടി നമ്മൾ ഭയങ്കരമായിട്ട് അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഗൈസ്. കൊള്ളാം. നമ്മൾ ചെറുതായിട്ടൊന്ന് പിസ്സയുടെ ഫ്ലേവർ മാറ്റിയിട്ടുണ്ട്. കൊറിയൻ ബുൾഗോഗിയും യാക്കിറ്റോറി ചിക്കനും. അപ്പം രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാൻ കഴിയും. ജിഞ്ചർ എയിൽ, അതാണ് നമ്മൾ ജിഞ്ചർ എയിൽ. അതാണ് ജിഞ്ചർ സോസ്. എന്തോ സോഡ, ഷുഗർ സിറപ്പ്. ഓ, ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കേണ്ടി വരും ഗൈസ്. ഒരു കയ്യിൽ മിക്കവാറും ക്യാൻ യു മേക്ക്. താങ്ക് യു, ടേക്കിംഗ് വീഡിയോ. ഓക്കെ ഗൈസ്, നമ്മൾ അവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ്. അതാണ് ജിഞ്ചർ എയിൽ സാധനം. അത് നമ്മളിങ്ങനെ ഒഴിക്കുന്നു. നോട്ട് വെരി സ്ട്രോങ്, ബട്ട് ജസ്റ്റ് നീഡ് ടു ഹാവ് ദ ഫ്ലേവർ. അപ്പോൾ നമുക്കിങ്ങനെ ഷുഗർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ എപ്പോഴും കലക്കിയിട്ട് വേണം കുടിക്കാൻ. മനസ്സിലായേ? ഓക്കെ. വിഷയത്തെ ചെറുതാണെന്നാണ് എൻ്റെ ഒരു വിഷയം. വലിയ കുഴപ്പം ഉണ്ടാവില്ല. ഇത് ഇവരുടെ പ്രൈസിങ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വിൽ നോട്ട് ബി ദാറ്റ് മച്ച്. ഇൻഗ്രീഡിയൻസ് എനിക്ക് തോന്നുന്നു ഇവർ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ തന്നെ സാധനങ്ങളുണ്ട്. ഒരു എഴുതിയേക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ഫാമിംഗ് സംഭവമേ. അപ്പോൾ ഇവർക്കത് നല്ലൊരു പ്രൈസിന് കൊടുക്കാൻ പറ്റും. ഓ, ഇതാണ് നമ്മൾ പിസ്സ ഗൈസ്. ഓക്കെ. ഓ, ഇത് ഇത്രയും വലുതാണ് കേട്ടോ. ഇടയ്ക്ക് പറയുന്നുണ്ട്, നോക്കട്ടെ. ഇതാണ് പിസ്സ. കൊള്ളാന്ന് തോന്നുന്നുണ്ടോ? തിന്നാണ്, തിൻ ക്രസ്റ്റ് ആണ്. നൈസ്. 2 സ്റ്റൈൽ ഓഫ് പിസ്സ, ഒറ്റ പിസ്സ. നൈസ്, താങ്ക് യു. ലെറ്റ്സ് സ്റ്റാർട്ട് മാഗി. ഇത് തിൻ ക്രസ്റ്റ് പിസ്സ ആണ് കേട്ടോ. ഇതാണ് യാക്കിറ്റോറി, മറ്റേതാണ് കൊറിയൻ. അല്ല, ഇതായിരുന്നു കൊറിയൻ. യാക്കിറ്റോറി ഗൈസ്. സ്വീറ്റ് ഒന്നും അല്ല ഗൈസ്. അടിപൊളി, പൊളി സാധനം. ഇത് കൊള്ളാം. ഈ സാധനം കൊള്ളാം. അടുത്ത ബുൾഗോഗി കഴിച്ചോട്ടെ. അത് ലോ ലൈറ്റിൽ ഭയങ്കര ഷോ. ഇത് ആക്ച്വലി നല്ല സ്പൈസിയാണ്. ഇങ്ങനെ കഴിക്കുമ്പം എരി സ്ലോലി കിക്ക് അടിക്കുന്നുണ്ട്. ഇതിൽ നല്ല മുട്ടയാണ് കേട്ടോ. ഒന്നിനും മധുരമല്ല. എന്നിട്ട് ഇനി ചില്ലി ഓയിലും കൂടെ സാധനം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ആക്കിയിട്ട് പറയാം. ഫ്രഷായിട്ട് 3 സ്റ്റൈലുള്ള സാധനമാണ്. Tell me which all. Yeah. This is cherry tomato stracciatella, and this is mushroom stracciatella, and this is blue cheese. For the blue cheese, you can go with honey. Honey pairs well with blue cheese because the flavor is strong. അപ്പോൾ അവർ പറഞ്ഞത് തന്നെ ഹണിയും ഇതുമായിട്ട് ബ്ലൂ ചീസുമായിട്ടാണ് പെയർ ചെയ്ത് പോകുന്നത്. അത് എനിക്ക് എന്താക്കി വെച്ചാൽ മഷ്റൂമൊക്കെയാണ് മറ്റേ ആ അപ്പുറത്തിരിക്കുന്നതാണ്. അത് ക്ലാസ് സാധനം. എന്നാൽ പ്രൈസ് വെരി നോർമൽ. ആദ്യത്തത് ഇതെന്തോ ഹണി എടുത്തതിന് മണ്ടയിലൂടെ ബ്ലൂ ചീസ്. ഹണി കുറച്ച് കട്ടിയുള്ളതാണ്. ഓക്കെ. കൊള്ളാൻ തോന്നുന്നു. ഭയങ്കര ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ബ്ലൂ ചീസ് കുറച്ചിട്ട് ഭയങ്കര ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. മധുരമാണ് ബിക്കോസ് ഹണി ആഡ് ചെയ്യും. അവിടെ പറഞ്ഞ കണക്ക് ഹണി ഇട്ടുകൊണ്ട് അത്രയും സ്ട്രോങ് ഇച്ചിരി മൈൽഡായി. ഇല്ലെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആയേ. 90 ഡിഗ്രി പിടിക്കും.
മതി, ഇത്രയും മതി. ഇതെടുക്കുന്നു. 1 bite ഗൈസ്. ചീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഉണ്ടാക്കിയിട്ട് വന്നതെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു നമുക്ക് ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് അല്ല, ഹോം മെയ്ഡ് ടേസ്റ്റ് അല്ലേ ഭയങ്കരമായിട്ട്. അങ്ങനെ ആ ചീസിന്റെ ഒക്കെ ടേസ്റ്റ് ഭയങ്കര. ബ്ലൂ ചീസ് പറഞ്ഞാൽ അട്ട ഫ്ലേവർ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ആ ഹണി ഭയങ്കരമായിട്ട് ഇലവേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ടേസ്റ്റ്. ബാക്കിയുള്ളവരൊക്കെ എന്തോന്നും ചേർക്കുന്നതാണോ ഇത് മഷ്റൂമിന്റെ ഐറ്റം ഇതൊക്കെയോ ഉണ്ട്. ട്രഫിൾ മഷ്റൂം ഇത് നീ കഴിച്ചോ. ഇത് അടിച്ച അതിന്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓ സൂപ്പർ ടേസ്റ്റ് അടി. ഇത് നീ ട്രഫിൾ കഴിച്ചിട്ടുണ്ടോ? ഈ ട്രഫിളും മഷ്റൂമും ഒടുക്കാത്ത കോമ്പിനേഷനാണ്. അത് ഈ ഒരു സാധനത്തിൽ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും. മനസ്സിലായല്ലേ? ഇതെനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നോക്കട്ടെ. ടൊമാറ്റോയും എന്തോ പെസ്റ്റോ ഒക്കെ ഉണ്ട് അതിന്റെ. അത് പെസ്റ്റോ കാണുന്നുണ്ട്. ചെറിയൊരു പെസ്റ്റോയുടെ ടേസ്റ്റ്, ചീസിന്റെ സംഭവം. എന്റെ ഫേവറേറ്റ് മറ്റേ തന്നെ, രണ്ടാമതാ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ബാക്കി പിസ്സയും കൂടെ ഫിനിഷ് ചെയ്തിട്ട് വരാം. ഗൈസ് ഇപ്പം നമ്മൾ കഴിച്ച പിസ്സയുടെ 1676 മൊത്തം എല്ലാം കൂടെ കഴിച്ചിട്ട്. പിസ്സയ്ക്ക് 300 140 ഉള്ളൂ. നമ്മളെ നാട്ടിലെ പിസ്സയൊക്കെ ഇതിന്റെ അപ്പുറം പ്രൈസ് ഉണ്ട് ഗൈസ്. പക്ഷെ കൂറ പിസ്സകളാണ്. ഇത് ഏകദേശം 680 ആ വലിയ സൈസ് പിസ്സ ഉണ്ട്. അതാ 8 പീസ് ഗൈസ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് എ സ്റ്റീൽ ഓഫ് എ ഡീൽ. അപ്പൊ ഗൈസ് എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യുക. പ്രൈസിംഗ് ഒക്കെ ഭയങ്കര അഫോർഡബിൾ എന്ന് ഞാൻ പറയില്ല, അത്യാവശ്യം റീസണബിൾ ആണ് ഈ ഒരു ക്വാളിറ്റിയിൽ. ബിക്കോസ് അവർ ചീസൊക്കെ അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മോസ്റ്റ്ലി ഇൻ ഹൗസ് സംഭവമാണ്. ആകെ ബ്ലൂ ചീസും വേറെ ഏതൊരു ചീസ് ഒഴിച്ച് ബാക്കി എല്ലാം അവർ തന്നെ ഉണ്ടാക്കും. സോ ആസ് എ ഒരു ചേഞ്ചിന് വന്ന് ട്രൈ ചെയ്ത് നോക്കും. ബാംഗ്ലൂരിലെ ബെസ്റ്റ് പിസ്സ ഇതാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഈ ബാക്കിയുള്ളത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, പക്ഷെ ഇത് കൊള്ളാം. ദിസ് ഇസ് എ റിയലി ഗുഡ് പിസ്സ. നൈസ്. നാട്ടിലേക്ക് കിട്ടുന്ന വെച്ച് നോക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് റിയലി ഗുഡ്. അതും ഈ പ്രൈസിന് അടിപൊളി. മറ്റൊന്ന് തന്നെ 800-1000 രൂപയൊക്കെയാണ് നമ്മളവിടെ സോർഡോ പിസ്സയും സംഭവം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു സക്സസ് ആയിരുന്നു ഗൈസ്. ഇനി എനിക്ക് വേറെ ഫുഡൊന്നും ഈ ഇന്നത്തെ ദിവസം നടക്കുമെന്ന് തോന്നല്ല. നമ്മൾ പറ്റുമെങ്കിൽ വല്ല കഫേയിലും കൂടെ പോയിട്ട് എൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് ലോക്കലുള്ള ചന്ദ്ര വർക്ക് ചെയ്യുന്ന കഫേ, സെഡ് ദ ബേക്കർ. കയറാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് വിശപ്പില്ല ഗൈസ്. നമ്മൾ ഏതെങ്കിലും ഒരു കഫേ കയറിയിട്ട് ഇന്നത്തെ പരിപാടി നടത്താന്നുള്ള പരിപാടിയിലാണ്. എവളും ഫുള്ള്, ഞാനും ഫുള്ള്. അതുകൊണ്ട് നമുക്കിനി താങ്ങാനുള്ള ശേഷിയില്ല. നോക്കട്ടെ ഗൈസ്, ഇവിടെ കയറണോ വേറെ ഏതെങ്കിലും കഫേ കയറണോ എന്നുള്ള തീരുമാനിച്ചിട്ട് നമ്മൾ വീണ്ടും വരുന്നത്. ബൈ. നമ്മൾ മഗ്നോളിയയിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് മഗ്നോളിയയിലെ പുഡിങ്സ്. ഇതൊക്കെയാണ് പുഡിംഗ് ഒന്നും അല്ലേ? പുഡിംഗ് പാർഫേ. ഇതൊക്കെ കേക്ക് സ്ലൈസ് നോക്കിയേ, എന്തോ വലിയ ആന കേക്ക് സ്ലൈസ് നോക്കി. എന്റെ പൊന്നു ഗൈസ്, എനിക്ക് വയ്യ കേട്ടാ തിന്നാനായിട്ട്. അവൾ തിന്നുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കയറിയത്. നമുക്ക് കാരമൽ പെക്കൻ ചീസ് കേക്ക് അങ്ങനത്തെ അതാ ഏതാണോ നിനക്ക്? അത് മതി. അത് ഒരെണ്ണം. അത് ലാർജ് ആണ്. സ്ട്രോബെറി ചീസ് കേക്ക്. ഇന്ന് സ്ട്രോബെറിയുടെ മാസം ഒന്ന് തോന്നട്ടാ. ചോക്ലേറ്റ് പുഡിംഗ് പാർഫേ. നമ്മുടെ ചോക്ലേറ്റ് കവേർഡ് സ്ട്രോബെറി പുഡിംഗ് ആണ്. നല്ല തിരക്കുണ്ട് ഭയങ്കര തിരക്ക്. വേറെ കേക്കൊക്കെ അത് ചെറുതല്ലേ? അപ്പൊ എടുത്തോ, നീ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ മതി. ഇത് ക്യാരറ്റ് കേക്ക്. വേണ്ട എനിക്ക് വേണ്ട. നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ഒരു മലയാളി പയ്യനെ കണ്ടിരിക്കുകയാണ്. പുള്ളി വ്ളോഗൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. എവിടെ? നാട്ടിലെവിടെ? പത്തനംതിട്ടയിലാണല്ലേ? ഓക്കെ. ഞാൻ ജസ്റ്റ് ഫുഡ് വ്ളോഗ് പരിപാടിക്ക് വന്നതാണ് ബാംഗ്ലൂർ. അപ്പം മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ വയറ് സമ്മതിക്കണ്ടേ, ഞാൻ ഇങ്ങനെ കഴിക്കാറില്ല. കേരള ഫുഡ് ഞാൻ കേരളത്തിൽ നിന്നല്ലേ വരുന്നു. ഡിഫറെന്റ് ആണോ? നമ്മുടെ നാട്ടിനെക്കാട്ടി സൂപ്പറാണോ? ചട്ടിച്ചോറ് ബീഫ് ചോറ്. അതിന്റെ പേരെന്താ? ഷാപ്പ് റെസ്റ്റോറൻറ്റാ? ഓക്കെ ഓക്കെ, സെറ്റ്. ട്രൈ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ, എല്ലാം കൂടെ പറ്റൂല. ഒരെണ്ണം ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് പറയാം, അത് ട്രൈ ചെയ്തോളാം. ഷാപ്പാണ് അത്. എന്തിനാന്ന് പറയുന്നല്ലേ? ആണോ? ഷാപ്പില്. ഓക്കെ, സെറ്റ്. അപ്പൊ ഗൈസ് താങ്ക് യു ഫോർ ദ സജഷൻ. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം ഗൈസ്. അപ്പൊ കൊള്ളാം ഗൈസ്, നമുക്കൊരു മലയാളി ഒരു ഫൈനലി കണ്ടു കിട്ടി. നമ്മൾ മഗ്നോളിയെന്ന്. അതിന്റെ പേര് സ്ട്രോബെറി പുഡിംഗ്. അയ്യോ എന്റെ പൊന്നോ, ഇതൊക്കെ എന്റെ തെയ്യം. ഓക്കെ ബ്രോ, കാണാം. ഞാൻ അടപ്പിന്നുള്ളത് പോയി തിന്നെ ആദ്യം. നമുക്ക് ബോധം കെട്ടി വീഴും. മതി. ഇത് ഞാൻ നിനക്ക് സ്നേഹ സമ്മാനം തരുന്നു. വീട്ടിൽ പോയി നല്ലപോലെ കഴിച്ചത്. അയ്യോ ഹെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ. ഞാൻ പറയട്ടെ ഗൈസ്, ഈ സാധനം എന്റെ പൊന്നോ ഒടുക്കത്ത കാലറി ബോംബാണ് ആ സാധനം. ഓ ഞാൻ മനസ്സിൽ ഒരു 50 പറഞ്ഞു. ഇത് നീ വർഷങ്ങളെടുക്കും ഇത് ഫുള്ള് തീർക്കാൻ.
ബനാന പുഡിംഗ് മസ്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നില്ലേ? എന്തോടെ അവിടെ കിടക്കുന്ന ബിസ്ക്കറ്റാ? ചോക്ലേറ്റ് പീസാണ് അത്. പാവപ്പെട്ടവൾ. സ്ട്രോബെറി തന്നെ ക്രീമിൽ ബ്ലെൻഡഡ് ആണ് കേട്ടാ. ആ ക്രീം കടിക്കുമ്പോൾ ചെറിയ സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നോക്കിയാണ് കഴിച്ചത്. എന്തോ സാധനം നോക്കി എന്റെ അമ്മച്ചിയെ. ഈ പുഡിങ്ങൊക്കെ തിന്ന ആൾക്കാർ മരിച്ചു പോയില്ലേടേ. പുഡി എന്നൊക്കെ പറയണത് വേറൊരു സാധനമാണ്. ഇത് എന്തോന്നത്? കുറച്ച് അധികം ഹെവി സാധനമായി പോട്ടാ ഇത്. പക്ഷേ കുഴപ്പമില്ലടി, നീ പാട്ടൊക്കെ കേട്ടിരുന്നെങ്കിൽ തിന്നാ മതി വീട്ടില്. ആ ബെസ്റ്റ്. അപ്പൊ ഷെയർ ചെയ്ത് കഴിക്കാൻ ബെസ്റ്റ് ആണ് കേട്ടാ. എനിക്ക് പറ്റൂല, എന്റെ വയറ്റിൽ ഇപ്പോഴും പിസ്സ കടന്ന് ഓടിക്കളിക്കാണ് ഗൈസ്. ഞാൻ അതുകൊണ്ട് ഇത് സോഡയ്ക്ക് ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നാളെ ഇത് കഴിച്ച് ഫുള്ളാക്കിയിട്ട് നീ വന്നോ. അടുത്ത സെഷൻ ഓഫ് ഫുഡ്. ഭയങ്കര ഹെവി അല്ലേ, ഭയങ്കര ക്രീമി. ഞാൻ കഴിച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ട്, സാധനം കൊള്ളാം. പക്ഷെ ഇത് 2 സ്പൂണിന്റെ അപ്പുറം എനിക്ക് കഴിക്കാൻ പറ്റൂല ഈ സാധനം. എനിക്ക് ആ സ്വീറ്റ് ടൂത്ത് ഇല്ല, വളരെ സെലക്ട്. പിന്നെ കഴിച്ച് നമ്മൾ വ്ളോഗിന് വേണ്ടി ചെയ്യുന്ന ഓരോരോ പ്രാരാബ്ദങ്ങൾ. പാവം സോഡയെ കൊണ്ട് എന്തൊക്കെ കടുങ്കൈ ചെയ്യിപ്പിക്കണം നോക്കി കഴിച്ച്. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി, ഇന്നത്തേക്കുള്ള ഫുഡ് അടി കഴിഞ്ഞല്ലോ. ഇനി ഹോസ്റ്റലിൽ എത്തിയിട്ട് വരാം കഴിച്ച്. ബൈ. ബാംഗ്ലൂർ ട്രാഫിക്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം വണ്ടികളും ഷിബൂയ ക്രോസിംഗ് ആണ് കഴിച്ചത്. ഇത് റോഡ് എങ്ങനെ വെച്ചിട്ട് ക്രോസ് ചെയ്യാം. അൾട്രാ ഇട്ടിട്ട് എന്തെങ്കിലും പറ്റിയാൽ അതും റെക്കോർഡാക്കും. ആരുടെ തെറ്റായിരുന്നു അത്? പറ്റാത്തൊന്നും അല്ലേ നടക്കാനുള്ള. ഇവിടെ നിന്ന് അധികം വണ്ടികൾ വരുന്നു. ഇനി നമുക്ക് പോകാം. നിസ്സാരം പേടിപ്പിച്ച്. ബാംഗ്ലൂർ ട്രാഫിക് ഗൈസ്, ബാംഗ്ലൂർ സിറ്റി. നമ്മൾ എങ്ങോട്ടാണ്? നേരെ തന്നെ. ഓക്കെ ഗൈസ്, എനിക്ക് നടന്ന് ഹോസ്റ്റലെത്തട്ടെ. ഗൈസ്, ഇവിടെയാണ് നമ്മളെ ഹോസ്റ്റൽ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ബാക്ക് പാക്കിംഗ് ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ്. രസമാണ് ഗൈസ്, ഇറ്റ്സ് നൈസ്. കൂൾ സംഭവമാണ്. ഫൂസ്ബോളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ കയറിയപ്പം കാണിക്കാൻ പറ്റിയില്ല. ഒക്കെയാണ് ഇൻറ്റീരിയർ. ഫുട്ബോൾ കോമൺ ഏരിയ. ഒരു കഫേ ഉണ്ട്. ഇതാണ് കുറച്ച് ഔട്ട് സൈഡ് സീറ്റിംഗ് ഏരിയ പോലെ. ലിഫ്റ്റിൽ കയറി മോളിൽ പോകണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ റൂം. ഹോസ്റ്റൽ വാർഡനെ താഴെ കണ്ടായിരുന്നു. പുള്ളി എൻ്റെ ഒരു ഹൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞ് നാളത്തെ പരിപാടി. ഇതാണ് എൻ്റെ ക്യൂട്ട് ബാൽക്കണി ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് രാത്രി ചില്ല്. ഇങ്ങനെ ബാംഗ്ലൂർ സിറ്റിയൊക്കെ കണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ കാര്യം. നാളെ രാവിലെ പുറത്തിറങ്ങണമെന്നുണ്ട്. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാൻ ഗൈസ്. എനിക്ക് ഓടി കിടന്നൊരു വെളുപ്പാ രാവിലെ ഒന്നും പോയി ഫുഡ് കഴിക്കാൻ വയ്യ. അതാണ് ഇന്നത്തെ ഫുഡ് അടി എൻ്റെ മനസ്സിൽ നല്ല ഹെവി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2-3 സ്പോട്ട്സ് നാളെയും ജസ്റ്റ് ട്രൈ ചെയ്യാം. വൈകുന്നേരം ഒരു നല്ല സ്ഥലമാണെന്ന് തോന്നുന്നത്. ഏലിയൻ കൈൻഡ് അങ്ങനെ ഒന്നും വേണ്ട, അവിടെ പോകണം. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റലിലുള്ള വല്ല പിള്ളേരും ഫ്രീ ആണെങ്കിൽ അവരെയും കൂടെ കൊണ്ട് പോകാന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. ലെറ്റ്സ് സീ ഗൈസ്. സോ ബാംഗ്ലൂർ ട്രിപ്പ് കൊള്ളാം. ബാംഗ്ലൂർ സിറ്റി ഈസ് നൈസ്. നല്ല വൈബാണ്. രാത്രിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അയ്യോ ഒരു രക്ഷയില്ല. നല്ല യങ് ക്രൗഡാണ്. ഭയങ്കര വൈബ് സിറ്റിയും. നൈറ്റ് ലൈഫൊക്കെ പൊളിയാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിലും ക്രൗഡ് കേട്ടോ. പണ്ടത്തെ പോലെ തന്നെ ബാംഗ്ലൂർ ഇപ്പോഴും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ്. അതുകൊണ്ടാണ് മിക്കവരും ഇങ്ങോട്ട് വരുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലാരും നിൽക്കാറില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ എല്ലാത്തിനും ഒരു ഫ്രീഡം ഉണ്ട്. ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല വലിയ ജഡ്ജ്മെന്റിലൊന്നും അല്ലല്ലോ ഇവിടെ. കൈൻഡ് ഓഫ് നൈസ് വൈബ്സ് ഇവിടെ. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ആൾക്കൂട്ടം ഇങ്ങനെ പിള്ളേരൊക്കെ വരുന്നത് കോളേജിൽ പഠിക്കാനും ജോലി ചെയ്യാനായാലും എല്ലാം. പണ്ട് വന്നതിൻ്റെ ആ ഒരു വൈബ് തന്നെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തത്. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ പുതിയ ഷോപ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. പണ്ട് എന്തിനാന്ന് അറിയാൻ നടന്ന പോലെ അല്ല ഗൈസ്. ഇപ്പം മുക്കിലും മൂലയിലും കഫേയും ഫൈൻ ഡൈനിങ് പ്ലേസസ് എല്ലാ ടൈപ്പ് കുസീനും കിട്ടും. സോ ഗുഡ് ചേഞ്ച്. അപ്പം ഇനി ബാക്കി എന്തായാലും നാളെ നമുക്ക് നോക്കാം. നാളെ പറ്റുമെങ്കിൽ ഒരു മൂവിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്. ജസ്റ്റ് സ്പോണ്ടേനിയസ് പരിപാടീസ്. അപ്പോൾ ശരി ഗൈസ്, Day 2 in Bangalore done successfully. See you Day 3. Bye.